അപ്പൊ ഈ കലകളെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. കലകളെ മൂന്നായിട്ട് തിരിക്കാം. ദൃശ്യകലകൾ, ശ്രവ്യകലകൾ, ദൃശ്യ ശ്രവ്യ കലകൾ എന്നൊക്കെയാണ് മൂന്നായിട്ട് തിരിച്ചേക്കുന്നത്. അതിൽ ഓക്കെ. ദൃശ്യകലകളിലുള്ളതാണ് എന്നുവെച്ചാൽ ദൃശ്യകലകൾ എന്ന് വെച്ചാൽ എന്താ? ദർശനത്തിലൂടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് ദൃശ്യകലകൾ. ആ ദൃശ്യകലകളാണ് ചിത്രകല, ശില്പകല, കരകൗശല വിദ്യ, വാസ്തുവിദ്യയൊക്കെ. കേട്ടോ, ഇതെല്ലാം ദൃശ്യകലകൾക്ക് ഓക്കെ. ഉദാഹരണങ്ങളാണ്. ചിത്രകല, ശില്പകല, കരകൗശല വിദ്യ, വാസ്തുവിദ്യ. അതിൽ ഈ ആധുനിക ചിത്രകലയെ കുറിച്ച് പറയുകയാണ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ ആരാ? നന്ദലാൽ ബോസ്. അല്ല, രാജാ രവിവർമ്മയാണ് ആധുനിക രാജാറാണി. ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ രാജാ രവിവർമ്മയാണ്. ഈ ചിത്രകലയെ തന്നെ പല രീതിയിൽ നമ്മൾ തിരിക്കുന്നുണ്ട്. ഗുഹാചിത്രങ്ങൾ, ചുവർ ചിത്രകല, കളമെഴുത്ത്, കോലെഴുത്ത്, മുഖമെഴുത്ത്, മുഖാവരണങ്ങൾ. ഇങ്ങനെ ചിത്രകലയെ പല രീതിയിൽ തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ദൃശ്യകലകൾക്ക് ഉദാഹരണങ്ങളാണ് ചിത്രകല, ശില്പകല, കരകൗശല വിദ്യ, വാസ്തുവിദ്യ. ആധുനിക ഇന്ത്യൻ ഓക്കെ. ചിത്രകലയുടെ സ്ഥാപകൻ ആരാണ്? രാജ രവിവർമ്മ. രാജാ രവിവർമ്മയാണ്. രാജാ രവിവർമ്മയാണ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ. അപ്പൊ ചിത്രകല ചേച്ചി പല ഹലോ. രീതിയിലുണ്ട്. എന്തോ മറ്റേ രവിവർമ്മയുടെ ഒരു അൺകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ടല്ലോ, എന്റെ പേരെന്താ? അതെന്ത് വരുന്നു? പിന്നെ പാഴ്സി ലേഡി അല്ലേ? പാഴ്സി ലേഡി. പാഴ്സി ലേഡി. അതെ, കറക്റ്റാ, പാഴ്സി ലേഡി. ഓക്കെ. ആ, അപ്പം ഗുഹാചിത്രങ്ങൾ, ചുവർ ചിത്രകല, കളമെഴുത്ത്, കോലെഴുത്ത്, മുഖമെഴുത്ത്, മുഖാവരണങ്ങൾ അതും ചിത്രകലയാട്ടോ. മുഖാവരണങ്ങൾ. ഓക്കെ. അത് നമ്മൾ ചിന്തിക്കത്തില്ലേ, മുഖാവരണം. ശരി. ഓക്കെ. മുഖമെഴുത്തും മുഖാവരണം ഒക്കെ ചിത്രകലയാണേ. ഇപ്പൊ എന്തോ? ഗുഹാചിത്രങ്ങൾ, മുഖമെഴുത്ത്, മുഖാവരണങ്ങൾ അതൊക്കെ ചിത്രകലയാണ്. ചിത്രകലയെ തിരിച്ചേക്കുന്നതാണ്. ഗുഹാചിത്രങ്ങൾ, ചുവർ ചിത്രകല, കളമെഴുത്ത്, കോലെഴുത്ത്, മുഖമെഴുത്ത്, മുഖാവരണങ്ങൾ. ഓക്കെ. അങ്ങനെ 6 ഉണ്ട്. 6 ചിത്രകല, 6 രീതിയിൽ. ഓക്കെ. ഗുഹാചിത്രങ്ങൾ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ കാണപ്പെടുന്ന എവിടാ? ഗുഹാചിത്രങ്ങൾ. അമ്പലങ്ങളില് അല്ല, എവിടാന്നുള്ളത്? കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ നമ്മുടെ പിന്നെ ഗുഹാചിത്രങ്ങള് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എവിടെയാ? എടയ്ക്കൽ ഗുഹ, വയനാട്ടിലെ. കേട്ടോ, അപ്പൊ അവിടാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ കാണപ്പെടുന്നത്. എടയ്ക്കൽ ഗുഹ, വയനാട്. എടയ്ക്കൽ ഗുഹ വയനാട്ടിലാണ്. ഓക്കെ. അപ്പൊ നവീന ശിലായുഗത്തിലാണ് എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടതെന്നാണ് വിശ്വാസം. നവീന ശിലായുഗത്തിൽ എടയ്ക്കൽ ഗുഹയിലെ ചിത്രങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡ് ഫോസ്റ്ററ്റ് എന്ന ബ്രിട്ടീഷ് പോലീസുകാരനാണ്. അപ്പൊ എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ ഫ്രെഡ് ഫോസ്റ്ററ്റ്. ഓക്കെ. പിന്നെ നമ്മള് ചുവർ ചിത്രകല, അത് കൂടുതൽ ഈ ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. ഓക്കെ. ചുവർ ചിത്രകല പാശ്ചാത്യ നാടുകളിൽ ഫ്രെസ്കോ, മ്യൂറൽ എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നത്. ചുവർ ചിത്രകലയെ പാശ്ചാത്യ നാടുകളിൽ അറിയപ്പെടുന്നതാണ് ഫ്രെസ്കോ, മ്യൂറൽ. ഏറ്റവും പഴക്കം ചെന്ന ചുവർ ചിത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നത് തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലെ ചുവർ ചിത്രമാണ്, കന്യാകുമാരിയിലെ. ഓക്കെ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ എവിടെ കാണുന്നു? ക്ഷേത്രത്തിലല്ലോ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ എവിടാ കാണപ്പെടുന്നത്? രേഖാചിത്രങ്ങൾ പത്മനാഭ ക്ഷേത്രത്തിലല്ലോ ജി? അല്ല, എടയ്ക്കൽ ഗുഹ, വയനാട്ടിലെ എടയ്ക്കൽ ഗുഹ. ഏറ്റവും പഴക്കമുള്ള അവിടെ പോയിട്ടില്ലയോ? എടയ്ക്കൽ ഗുഹ പോയില്ലയോ നീ, കാർത്തി? ഞാനാ? ശരി, അടുത്ത തവണ. അവിടെ കുറെ ഇതുണ്ട്, പാറകളിലൊക്കെ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്ന കുറെ ചിത്രങ്ങളുണ്ട്. ആണല്ലേ? ഞാൻ പോയത്, കണ്ടത്. അപ്പൊ അവിടാണ് ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ. ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ എടയ്ക്കൽ ഗുഹയിലാണ്. പിന്നെ ഏറ്റവും പഴക്കം ചെന്ന ചുവർ ചിത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു അതാണ് തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലെ ചുവർ ചിത്രം, കന്യാകുമാരി ജില്ലയിലെ തിരുനന്ദിക്കര. സംസ്ഥാനത്ത് വരച്ചത് ഏറ്റവും വലിയ ചുവർ ചിത്രം എവിടെയാണ്? കേട്ടില്ല. ഹലോ ചേച്ചി, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ 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 ഹലോ. ആണല്ലേ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ രേഷേട്ടാ, എന്തുണ്ട് വിശേഷം? ഫുഡൊക്കെ കഴിച്ചോ? രാവിലത്തെ, ഉച്ചക്കത്തെ, എപ്പോഴത്തേലൊക്കെ?
ഹലോ ഹലോ, കേൾക്കാമോ? ആ ഇപ്പം പറയൂ കേൾക്കാമോ? കേൾക്കാം. ഉം. കുഴപ്പമുള്ളത് എന്നിട്ടേ ഞാൻ ഇറങ്ങി കയറണോ? എന്തോ വേണ്ട 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 ഒന്ന് വേണ്ട ഇറങ്ങി കേറിയ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നോക്കാം. ആ എന്നാ ഓക്കെ ശരി. പാവാ ചേച്ചിയെ കേട്ടി ഇറക്കി. ഹലോ. അടിപൊളി. ഓക്കെ ഉം. ഓക്കെ ശരി. അടിപൊളി മച്ചാസ്. ആ ഓക്കെ പറഞ്ഞു. അപ്പൊ ഏറ്റവും പഴക്കം ചെന്ന ചുവർ ചിത്രം എന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലെ ചുവർ ചിത്രമാണ് കന്യാകുമാരി ജില്ലയില്. സംസ്ഥാനത്ത് വരച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ചുവർ ചിത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്ററിലാണ്. ഓക്കെ വരച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ചുവർ ചിത്രം വർക്കലയിൽ, നമ്മുടെ കേരളത്തിലാണ്. വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്ററിലാണ്. കളരിപ്പയറ്റ് അനുബന്ധ വിഷയങ്ങളായിരുന്നു അതിനകത്ത് വരച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് ഇവിടെ മറ്റേ 2017 സർഫിംഗ് നടക്കുന്ന സ്ഥലം. വിഷൻ വർക്കല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് 2017 പദ്ധതി നിർമ്മാണം ആരംഭിച്ചത്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത് നിലവിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ ചുവർ ചിത്രം ഏതായിരുന്നു? മറ്റേ തമിഴ്നാട്ടിലെ അല്ലേ? അത് മറ്റേത് ഇവിടത്തെ വർക്കല അല്ലേ, വർക്കല. കായംകുളത്തെ അല്ലേ? കറക്റ്റ്. കായംകുളത്തെ ഗജേന്ദ്ര മോഷൻ ചുവർ ചിത്രമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ശരി അപ്പൊ ശരി. അത് അന്നേരം നേരത്തെ ഏറ്റവും വലിയ ചുവർ ചിത്രം ശരിയാ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം എന്നാണ് നേരത്തെ അറിയപ്പെട്ടിരുന്ന ഗജേന്ദ്ര മോഷൻ ചുവർ ചിത്രമായിരുന്നു. അത് നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരം കായംകുളത്തിലാണ്, ആലപ്പുഴ ജില്ലയിലെ. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരത്തിലായിരുന്നു ആ ചിത്രം ഉണ്ടായിരുന്നത്. ഇപ്പൊ സംസ്ഥാനത്ത് ഈ വരച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ചുവർ ചിത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ വർക്കലയിലാണ്. വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്ററിലാണ്. വർക്കല എവിടെ? നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം ആ, അല്ലേ? കൊല്ലം തിരുവനന്തപുരം. തിരുവനന്തപുരം ബോർഡർ. തിരുവനന്തപുരം. തിരുവനന്തപുരം. അപ്പൊ ഇത് 2017 ഈ പദ്ധതി നിർമ്മാണം ആരംഭിച്ചത്. ഓക്കെ. ഓക്കെ. 13,000 ചതുരശ്ര അടി വിസ്തീർണ്ണമുണ്ട് ഇതിന് കേട്ടോ. 13,000 ചതുരശ്ര അടി വിസ്തീർണ്ണമുണ്ട് ഈ ചിത്രത്തിന്. കളരിപ്പയറ്റാണ് അനുബന്ധ വിഷയം, അത്ര ഓർത്തിരിക്കണേ. കളരിപ്പയറ്റ് അനുബന്ധ വിഷയം. 13,000 ചതുരശ്ര അടി വിസ്തീർണ്ണമുണ്ട്. ഓക്കെ. അപ്പം പ്രധാനപ്പെട്ട ചുവർ ചിത്രങ്ങളാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലെ ചുവർ ചിത്രം, മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ രാമായണ ചുവർ ചിത്രം, വടക്കുംനാഥ ക്ഷേത്രത്തിലെ ചുവർ ചിത്രം. കേരളത്തിലെ ചുവർ ചിത്ര സമ്പ്രദായങ്ങളെപ്പറ്റി വിവരിക്കുന്ന ശില്പരത്നം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. കേരളത്തിലെ ചുവർച്ചിത്ര സമ്പ്രദായങ്ങളെപ്പറ്റി വിവരിക്കുന്ന ശില്പരത്നം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ശ്രീകുമാരൻ. കേട്ടോ. കേരളത്തിലെ ചുവർച്ചിത്ര സമ്പ്രദായങ്ങളെപ്പറ്റി വിവരിക്കുന്ന ശില്പരത്നം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ശ്രീകുമാരൻ. 16-ാം ശതകത്തിലെ ചെമ്പകശ്ശേരി ദേവനാരായണന്റെ സദസ്സിലെ അംഗമായിരുന്നു ഈ ശ്രീകുമാരൻ. ഇത് ഓർത്തിരുന്നാൽ മതി. ശില്പരത്നം എന്ന ഗ്രന്ഥം, ശില്പരത്നം എന്ന ചുവർച്ചിത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ശ്രീകുമാരൻ. ഓക്കെ. നമ്മൾ പറഞ്ഞു നേരത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രങ്ങളില് നേരത്തെ ഏതായിരുന്നു? ഗജേന്ദ്രമോക്ഷം. നേരത്തെ ഗജേന്ദ്രമോക്ഷമായിരുന്നു. അപ്പൊ ആ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം കൊട്ടാരമാണ്. കായംകുളം കൃഷ്ണപുരം കൊട്ടാരമാണ്. അപ്പൊ മഹാഭാരതത്തിലെ അഷ്ടമസ്കന്ധം കഥ ഇതിവൃത്തമാക്കിയിട്ടുള്ള ചുവർ ചിത്രമാണിത് കേട്ടോ. ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രത്തിന്റെ വിസ്തീർണം 154 ചതുരശ്ര അടിയാണ്. 154. ഗജേന്ദ്രമോക്ഷം എന്ന് പറയുമ്പോ മറ്റേ ആനയുടെ മറ്റേ മുതല കടിച്ച അതല്ലേ? അപ്പൊ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രത്തിന്റെ വിസ്തീർണം 154 ചതുരശ്ര അടിയാണ്. പച്ചിലച്ചാറ്, പഴച്ചാറ്, മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ്, ഇഷ്ടികപ്പൊടി, ഈ ചക്കയുടെ ഒക്കെ പശ, കള്ളിമുള്ളിന്റെ നീര് എന്നൊക്കെ ഉപയോഗിച്ചാണ് ഈ ചിത്രം വരച്ചേക്കുന്നത് കേട്ടോ. ആ ചിത്രം ഗജേന്ദ്രമോക്ഷം ചിത്രം വരച്ചേക്കുന്നത്. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം. ഇപ്പം ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? സംസ്ഥാനത്ത് വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്ററിലുള്ള വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്ററിലാണ് ആ ചിത്രം ഉള്ളത്. അതിന്റെ വിഷയം എന്തായിരുന്നു? ആ ചിത്രത്തിന്റെ വിഷയം കളരിപ്പയറ്റ്. 13,000 ചതുരശ്ര അടി വിസ്തീർണ്ണമുണ്ട്. 13,000 ചതുരശ്ര അടി വിസ്തീർണ്ണമുണ്ട് അതിന്. ഓക്കെ. അപ്പം വർക്കല പെർഫോമിംഗ് ആർട്സില്. അപ്പൊ ശില്പരത്നം എന്ന ചുവർചിത്ര സമ്പ്രദായങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ശില്പരത്നം ശ്രീകുമാരനാണ്. ഓക്കെ. ഗജേന്ദ്രമോക്ഷം ചുവർചിത്രത്തിന്റെ വിസ്തീർണം എത്രയായിരുന്നു?
154. 154 ചതുരശ്ര സ്ക്വയർ അടിയാണ്. സ്ക്വയർ മീറ്റർ സ്ക്വയർ ഓക്കെ. മീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ 154 ചതുരശ്ര അടിയാണ് ഗജേന്ദ്രമോക്ഷം. പിന്നെ ഓക്കെ നമ്മളിപ്പം പറഞ്ഞു പോകുന്നത് ചിത്രകലയാണ്. ഇപ്പൊ ഓക്കെ ഗുഹാചിത്രങ്ങൾ പറഞ്ഞു, ചുവർ ചിത്രകല പറഞ്ഞു. ഓക്കെ. ഓക്കെ ഓക്കെ പിന്നെന്താ? കളമെഴുത്ത്. ഉം ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം, അത്രയൊക്കെ ഉള്ളു. അതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഓക്കെ കാവി, ചുവപ്പ്, പച്ച, വെള്ള, കറുപ്പ് എന്നീ 5 നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് ആരാധനാമൂർത്തിയുടെ രൂപം നിലത്ത് വരച്ചുണ്ടാക്കുന്ന അനുഷ്ഠാന കലയാണ് ഈ കളമെഴുത്ത് എന്ന് പറഞ്ഞാല്. ഉം ഓക്കെ. ഓക്കെ ഓക്കെ അപ്പൊ ഈ ഭദ്രകാളി ക്ഷേത്രങ്ങള്, സർപ്പക്കാവുകള്, അയ്യപ്പൻ ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഈ കളമെഴുത്ത് പ്രധാനമായും നടത്തുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് കോലമെഴുത്താണ്. കോലമെഴുത്ത് ഒരു ചിത്രകലയാണ്. അതറിയാലോ, വീട്ടുമുറ്റത്ത് അരിപ്പൊടി കൊണ്ട് രാവിലെ കോലം വരയ്ക്കുന്നത്. ആ തമിഴ് ഉം. ബ്രാഹ്മണർക്കിടയിൽ പ്രചാരമുള്ള ഒരു ചിത്രകലാ രീതിയാണ്. അതാണ്. പിന്നെ പറഞ്ഞ ചിത്രകലയാണ് മുഖമെഴുത്ത് എന്തായിരിക്കും? മറ്റേ മുഖത്ത് ചായം കഥകളി തേക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കറക്റ്റ് വേണ്ടിട്ട് കറക്റ്റ്. കഥകളി, തുള്ളൽ, മുടിയേറ്റ്, തെയ്യം, കാളിയൂട്ട് തുടങ്ങിയ അനുഷ്ഠാന കലകൾ അവതരിപ്പിക്കുന്നവരുടെ മുഖത്ത് ചായമിടുന്നതിനെയാണ് മുഖമെഴുത്ത് എന്ന് പറയുന്നത്. ഓക്കെ കേട്ടോ. അപ്പൊ അവതരിപ്പിക്കുന്ന ദേവതാരൂപത്തിന്റെ ഭാവം അനുസരിച്ചായിരിക്കും ആണ് ഈ മുഖമെഴുത്ത് ചെയ്യുന്നത്, മുഖത്തെഴുത്ത് ചെയ്യുന്നത്. അതെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ മുഖാവരണം പറഞ്ഞു, അതും ഒരു ചിത്രകലയാണ്. മുഖാവരണങ്ങൾ. ഓക്കെ. അത് എന്താന്ന് വെച്ചാൽ നാടോടി ചിത്രകലയുടെ മറ്റൊരു രൂപമാണ് മുഖാവരണങ്ങൾ. നാടോടി ചിത്രകലയുടെ മറ്റൊരു രൂപം. കമുകിൻ പാളയിൽ വിവിധ നിറങ്ങളുടെ സഹായത്താൽ രൂപം കൊടുക്കുന്ന പൊയ്മുഖങ്ങളാണ് മുഖാവരണങ്ങൾ. അതാണ് സംഭവം കേട്ടോ. അപ്പൊ നാടോടി ചിത്രകലയുടെ മറ്റൊരു രൂപമാണ് മുഖാവരണങ്ങൾ. കമുകിൻ പാളയിൽ വിവിധ നിറങ്ങളുടെ സഹായത്താൽ രൂപം കൊടുക്കുന്ന പൊയ്മുഖങ്ങളാണ് ഈ മുഖാവരണങ്ങൾ. ഓക്കെ ഈ ചിത്രകലയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികൾ ഒന്ന് പറഞ്ഞു പോവാം. നമ്മൾ പറഞ്ഞു എന്താണ്, ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ ആരാ? ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ രാജരവിവർമ്മ രാജാ രവിവർമ്മ. ഓക്കെ. അപ്പൊ 1848 1906 ആയിരുന്നു കാലഘട്ടം. 1848 ടു 1906. 1848 ടു 1906 അല്ലേ? 1906. 1848 ഏപ്രിൽ 29 കിളിമാനൂർ കൊട്ടാരത്തിൽ ജനനം. രാജാക്കന്മാരിലെ ചിത്രകാരൻ, ചിത്രകാരന്മാരിലെ രാജാവ് എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നത്. അപ്പൊ രാജാക്കന്മാരിലെ ചിത്രകാരനാണ്, ചിത്രകാരന്മാരിലെ രാജാവ് എന്നൊക്കെ വിശേഷണങ്ങൾ അറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ്. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാജാ രവിവർമ്മയാണ്. ഇന്ത്യൻ ചിത്രകാരന്മാർക്കിടയിൽ അധികം പ്രചാരത്തിൽ ഇല്ലാതിരുന്ന എണ്ണച്ചായം എന്ന മാധ്യമം വിദേശികൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത വിധം മികച്ച രീതിയിൽ പ്രയോഗിച്ചു എന്നതും തന്റെ ചിത്രങ്ങൾ സാധാരണക്കാർക്ക് പോലും ലഭ്യമാക്കി എന്നതും രവിവർമ്മയുടെ മേന്മകളിൽ ചിലതാണ്. 1873 മദ്രാസ്, വിയന്ന എന്നിവിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട രവിവർമ്മ ചിത്രം അത് അല്ലല്ല, യശോദയും കൃഷ്ണന് ഏറ്റവും കൂടുതൽ തുക വിറ്റുപോയ ചിത്രമാണ്. ഇത് മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടിയാണ്. 1873 1873 മദ്രാസ്, വിയന്ന എന്നിവിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട രവിവർമ്മ ചിത്രമാണ് മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി. 1904 രാജാ രവിവർമ്മയ്ക്ക് കൈസർ-ഇ-ഹിന്ദ് എന്ന പദവി നൽകിയത് കഴ്സൺ പ്രഭുവാണ്. അപ്പൊ 1904 രാജാ രവിവർമ്മയ്ക്ക് കൈസർ-ഇ-ഹിന്ദ് എന്ന പദവി നൽകിയത് കഴ്സൺ പ്രഭുവാണ്. അപ്പൊ ഈ മഹാത്മാഗാന്ധിക്കും കൊടുത്തത് ബ്രിട്ടൻകാര്. അതെ, ഇത് ഈ ഒരു കലാകാരന് കൊടുക്കുന്ന ആദ്യമായിട്ടാണ്. ഈ കലാകാരന് ഈ പദവി കൈസർ-ഇ-ഹിന്ദ് കൊടുക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ അത് കിട്ടുന്നത് രാജാ രവിവർമ്മയ്ക്കാണ്. നൽകിയതാരാ? കഴ്സൺ പ്രഭു. അപ്പൊ കാദംബരി എന്ന ചിത്രത്തിന്റെ രചനയ്ക്കിടയിൽ 1906 ഒക്ടോബർ 2 രാജാ രവിവർമ്മ അന്തരിച്ചത്. കാദംബരി എന്ന ചിത്രത്തിന്റെ രചനയ്ക്കിടയിലാണ് അന്തരിക്കുന്നത്. കാദംബരി എന്ന ചിത്രകലയ്ക്കിടയിൽ ഈ പാഴ്സിലേടിയോ ഞാൻ ആലോചിക്കുന്ന പാഴ്സി ലേഡി പൂർത്തിയാക്കിയില്ലായിരുന്നല്ലോ. അതെ, അതാണ് എന്റെ ഡൗട്ട്. കാദംബരി എന്ന ചിത്രത്തിന്റെ രചനയ്ക്കിടയിൽ. അപ്പൊ ചിത്രകലാ രംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് 2001 മുതൽ കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. 2001 തൊട്ട് കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം.
ഓക്കെ. രാജാ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരമാണോ? കിളിമാനൂര്. അതെ, കിളിമാനൂരാണ്. കിളിമാനൂർ. രാജാ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂര്. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് അതെവിടെ? തിരുവനന്തപുരത്ത് തന്നെ അല്ലേ? അല്ല, അത് മാവേലിക്കരയാണ്. മാവേലിക്കര. ഓക്കെ ഓക്കെ ശരി. ഓക്കെ. ഇപ്പൊ രാജാ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് അതെവിടാ? കിളിമാനൂർ. കിളിമാനൂരാണ്. കിളിമാനൂർ. കിളിമാനൂരാണ്. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ആവുമ്പോൾ മാവേലിക്കര. 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 മാവേലിക്കരയാണ്. അപ്പം പ്രസിദ്ധമായ ചിത്രങ്ങൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വായിച്ചു പോവാം. ഓക്കെ. മൈസൂർ ഖേദ രവിവർമ്മയുടെ ചിത്രങ്ങളാണ്. മൈസൂർ ഖേദ, സേതുബന്ധനം, നള ദമയന്തി, നായർ സ്ത്രീ, ദർഭമുന കൊണ്ട ശകുന്തള, മലബാർ സുന്ദരി, ആഹാ. രാധാമാധവം, അർജുനനും സുഭദ്രയും, ശ്രീകൃഷ്ണനും യശോദയും, ദമയന്തി ഹംസവാദം, സീതാ സ്വയംവരം, സീതാപഹരണം, സീതാ ഭൂപ്രവേശം, ശ്രീരാമ ഭട്ടാഭിഷേകം, വിശ്വാമിത്രനും മേനകയും, ശ്രീകൃഷ്ണ ജനനം, ജ്ഞാനം കഴിഞ്ഞ സ്ത്രീ, നർത്തകി, വിദ്യാർത്ഥിനിയൊക്കെ ഉണ്ട് അല്ലേ? നർത്തകി, വിദ്യാർത്ഥിനി, ഇന്ത്യയിലെ സംഗീതജ്ഞർ, അച്ഛൻ, ഉദയപൂർ കൊട്ടാരം, ജിപ്സികൾ, കാദംബരി. അപ്പൊ ഇത്രയാണ് അച്ഛൻ എന്ന് പ്രസിദ്ധമായ പറഞ്ഞ ചിത്രങ്ങൾ. പുള്ളിക്കാരന്റെ അച്ഛനാണോ? ഏഹ് അതോ അച്ഛൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ ചിത്രമല്ലേ? അച്ഛന്റെ? ഏതെങ്കിലും അച്ഛന്റെ ചിത്രം കുറച്ച് അല്ല, പുള്ളിക്കാരൻ കൂടുതലും പെണ്ണുങ്ങളെ ഇപ്പൊ വരച്ചേക്കണേ. കൊച്ചു കേരള എന്താ പറ. ഓക്കെ. അപ്പൊ അച്ഛൻ, ജിപ്സികൾ, പിന്നെ നർത്തകി, വിദ്യാർത്ഥിനി കേട്ടോ, അതൊക്കെ ഓർത്തിരിക്കണം. ജിപ്സി എന്ന് പറയണ മറ്റേ ഈ രാജസ്ഥാൻ സ്റ്റൈല് അങ്ങനെ മറ്റേ വലിയ മൂക്കല് വലിയതൊക്കെ വെച്ചിട്ട് അതായിരിക്കും അല്ലേ? അറിയത്തില്ല. ഓക്കെ. ഓക്കെ. അതന്നെ. ഇപ്പൊ രാജാ രവിവർമ്മ അത്രേ ഉള്ളായിരുന്നേ. രാജാ രവിവർമ്മയുടെ. ഓക്കെ. നമ്മള് നവോത്ഥാനം പഠിച്ച കൂട്ടത്തിൽ കുറെ സാധനങ്ങൾ പക്ഷെ പറഞ്ഞു പോയില്ലായിരുന്നോ രാജാ രവിവർമ്മ? എങ്ങനെ? ആരുടെ നവോത്ഥാനം ഞാൻ ക്ലാസ് എടുത്ത ടൈമിൽ അപ്പോഴും ആ ഇദ്ദേഹത്തിനെ കുറിച്ചോ? ഇമ്പോർട്ടന്റ് ഉണ്ടായിരുന്നു. എന്തോ? നോക്കട്ടെ. കിട്ടി. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ നിശബ്ദനായ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന വിശേഷണത്തിനുടമയാണ് പൽപ്പു. ആര്? അല്ല, ഇന്ത്യയിലെ ആദ്യത്തെ നിശബ്ദനായ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന വിശേഷണത്തിനുടമയാണ് രാജാ രവിവർമ്മ. രാജാരവിവർമ്മ. അതുപോലെ ഒരു വിശേഷണമല്ലേ പൽപ്പുവിനുള്ളത്? വിശേഷണമുണ്ട് പൽപ്പുവിന്. പൽപ്പൂന് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? പൽപ്പുവിന്റെ വിശേഷണം നോക്കട്ടെ, പറഞ്ഞുതരാം. പൽപ്പു നിശബ്ദനോ? അങ്ങേരാ വാ. അത് നോക്കട്ടെ. 1896 മറ്റേ ഇതിന്റെ എന്താണ് പൽപ്പുവിന്റെ വിശേഷം അതുപോലെ സെയിം ഏകദേശം ഒരു വിശേഷമാണ്. പറയാതെ എടുക്കുവാണേ. മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു പുള്ളി. അതെ മൈക്രോബയോളജി. മൈസൂരിലെ ഒരു മെഡിക്കൽ കോളേജിലോ അങ്ങനെ അല്ലേ? നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. വിപ്ലവകാരി അല്ലേ? വിപ്ലവകാരി. അപ്പൊ ഈ നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പൽപ്പുവാണ്. അങ്ങനെ വിശേഷിപ്പിച്ചതാരായിരുന്നു പൽപ്പുവിനെ? ആരാണ്? സരോജിനി നായിഡു അല്ലേ? അങ്ങനെ ഉണ്ടോ? ഓക്കെ. അപ്പൊ നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന പൽപ്പു ഇന്ത്യയിലെ ആദ്യത്തെ നിശബ്ദനായ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന വിശേഷണത്തിനുടമ രാജാ രവിവർമ്മയാണ്. ഓക്കെ. നല്ലത് ഓർത്തിരുന്നല്ലോ, കൊള്ളാം. രാജാ രവിവർമ്മയുടെ പ്രശസ്തനായ ഗുരുവാണ് തൈക്കാടയ്യ. പിന്നെ രാജാ രവിവർമ്മ 1891 ബോംബെയിൽ സ്ഥാപിച്ച ലിത്തോപ്രസ് ആരുമായി ബന്ധപ്പെട്ട് ഈ ശ്രീമൂലം തിരുനാളൊക്കെ പുള്ളിക്കാരന്റെ ശിഷ്യൻ തന്നെ അല്ലായിരുന്നോ? അപ്പൊ അത്രയും ശ്രീമൂലം തിരുനാളൊക്കെ ഇല്ലേ? ശ്രീമൂലം അല്ലേ തൈക്കടയുടെ ശിഷ്യത്വം സ്വീകരിച്ചു എന്ന് പറയുന്നത്? അതെ. ഈ ശ്രീമൂലം അല്ലേ മറ്റേ വൈകുണ്ഠസ്വാമികളെ അറസ്റ്റിലാക്കിയിട്ട് ഇത് ഈ തൈക്കടയെ പറഞ്ഞിട്ട് മാറ്റി. സ്വാതി തിരുനാൾ. ശരി. സ്വാതി തിരുനാളിന്റെ സമയത്താണെങ്കിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ തൈക്കടയ്യ ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ ഈ
എന്താണ് നമ്മുടെ മറ്റേ രാജരവിവർമ്മ ഉണ്ടാവുന്ന സമയം ഏതായിരുന്നു? 1848 അല്ലേ? അതെ, ആ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ഇതായിരുന്നു, ഗുരുവായിരുന്നു. ആരുടെയൊക്കെയാ? ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയുടെ ഒക്കെ. അതെ, മറ്റേ രാജാക്കന്മാരിൽ ഈ ശ്രീമൂലം എന്താണ് സ്വാതിരുന്നാളുടെയും ശിഷ്യനായിരുന്നല്ലോ, മറ്റേ ഗുരുവായിരുന്നല്ലോ തൈക്കടയ്യ. അതല്ലേ ഞാൻ പറഞ്ഞ മറ്റേ അതെല്ലാം പറഞ്ഞ മറ്റേ വൈകുണ്ഠസ്വാമികളെ ഈ സ്വാതിരുന്നാൾ എപ്പോഴും അറസ്റ്റ് ചെയ്തപ്പം ഇങ്ങനെ പോയി വിട്ടയക്കാൻ പറഞ്ഞിട്ട് വിട്ടയച്ചെന്നല്ലേ? അത് തന്നെ, അത് തന്നെ. സ്വാതിരുന്നാള്, ശരിയാ. അതെ, യെസ്. അപ്പൊ കൊള്ളാം. അപ്പൊ അതും ഇദ്ദേഹം തന്നെയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ അടുത്തത് 1891 ബോംബെയിൽ സ്ഥാപിച്ച ലിത്തോ പ്രസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാലും രാജാ രവിവർമ്മയാണ്. ഈ രാജാ രവിവർമ്മയുടെ ജീവിതം പ്രമേയമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാ? രാജാ രവിവർമ്മയുടെ സംശയം ചോദിച്ചോട്ടെ? ഹലോ, നമ്മുടെ ഇപ്പൊ LD-യുടെ റിസൾട്ട് വന്നല്ലേ, ഇനി അടുത്ത് മെയിൻസ് ഉണ്ടല്ലോ, മെയിൻസ് എക്സാം. LD-യുടെ റിസൾട്ട് വന്നാ? LD-ക്ക് ഒരേ എക്സാമേ ഉള്ളൂ, മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ ഈ LD-ക്ക്. അത് വരുന്നല്ലോ. അല്ല, ഇതിന് മുന്നേ കഴിഞ്ഞ ഒരു എക്സാം ഉണ്ടല്ലോ LD. അത് ഖാദി ബോർഡിന്റെ ആണ്. ഖാദി ബോർഡിന്റെ 2023 അത് വന്നല്ലേ. അതിന്റെ മറ്റേ മെയിൻസ് എപ്പോഴായിരിക്കും? മെയിൻസ് ജനുവരി 30 കേട്ടാ. 2025 24 ജനുവരി 30 അടുത്ത മാസം 30. ഓക്കെ, അടുത്ത പറഞ്ഞു. അല്ല, അത് കഴിഞ്ഞല്ലേ കാർത്തിക്? ഇല്ലടാ, ജനുവരി 30 വരുന്നേടാ മെയിൻ എക്സാം. അതിന്റെ മറ്റേ പ്രിലിംസ് ആണ് കഴിഞ്ഞിട്ടുള്ളത് കേട്ടാ. പ്രിലിംസിന്റെ റിസൾട്ട് വന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, പ്രിലിംസിന്റെ റിസൾട്ട് വന്നല്ലേ? പിന്നെ പ്രിലിംസിന്റെ റിസൾട്ട് അടുത്ത സമയത്ത് വന്നല്ല ഉള്ളു. മെയിൻ എക്സാം നടക്കത്തേ ഉള്ളേ. ഖാദി ബോർഡ് മെയിലല്ലേ? ജൂൺ 30. ഓക്കെ, ക്ലാസ്സിലോട്ട് പോവേ. ഓക്കെ, തപാൽസ്വാമി പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളിയാണ് രാജാ രവിവർമ്മ, 1971 കേട്ടോ. രാജാ രവിവർമ്മയുടെ ജീവിതം പ്രമേയമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതായിരുന്നു? അല്ലല്ല, മകരമഞ്ഞാണ്. രാജാ രവിവർമ്മയുടെ ജീവിതം പ്രമേയമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മകരമഞ്ഞ്. പൂർത്തിയാകാത്ത നമുക്ക് ഏറ്റവും ലേലത്തില് 38 കോടി രൂപയുടെ ലേലത്തിൽ പോയ ചിത്രം ഏതായിരുന്നു രാജാ രവിവർമ്മയുടെ? അതെ, യശോദയും കൃഷ്ണനും. അത്രേ ഉള്ളൂ ഓർത്തിരിക്കാൻ. രാജാ രവിവർമ്മയുടെ കാര്യങ്ങൾ അത്രേ ഉള്ളേ. അടുത്ത ചിത്രകാരിലോട്ട് പോവാം. അബനീന്ദ്രനാഥ ടാഗോർ. അല്ല, ഇതിപ്പോ നമ്മള് ഈ ചിത്രകലയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളാണ് പറഞ്ഞു പോകുന്നത്. 1971 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിലെ ജെറാസോങ്കയിൽ ജനിച്ചാണ് അബനീന്ദ്രനാഥ ടാഗോർ. പാശ്ചാത്യ ചിത്രരചനാ രീതികൾക്കെതിരായി ഇന്ത്യയുടെ തനത് രചനാ രീതികൾ ഉൾപ്പെടുത്തി അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം. ഇതാണ് പിന്നീട് ബംഗാൾ സ്കൂൾ മൂവ്മെന്റ് എന്നറിയപ്പെട്ടത്. സ്വദേശി ചിത്രകലാ പ്രസ്ഥാനമാണ് പിന്നീട് ബംഗാൾ സ്കൂൾ മൂവ്മെന്റ് എന്നറിയപ്പെട്ടത്. ഓക്കെ, അപ്പൊ അത് ആരംഭിച്ചാരായിരുന്നു ഈ പ്രസ്ഥാനം ആരംഭിച്ചത്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് യാത്രയുടെ അവസാനം, ഭാരതമാത, വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. ഭാരതമാത എന്ന ചിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അതെ, ഭാരതമാത. അപ്പം അബനീന്ദ്രനാഥ ടാഗോറിന്റെ ചിത്രങ്ങളാണ് യാത്രയുടെ അവസാനം, ഭാരതമാത, വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. കാദംബരി ആരുടെ ആയിരുന്നു? രാജാ രവിവർമ്മയുടെ. അപ്പൊ ആ കാദംബരി എന്ന ചിത്രത്തിന്റെ രചനക്കിടയിലാണ്
അദ്ദേഹം അന്തരിച്ചത്. അപ്പൊ ഈ പാഴ്സി ലേഡി എന്താ? അതാണ് എനിക്കൊരു മനസ്സിലാവാത്തത്. പാഴ്സി ലേഡിക്ക് അത് തന്നെയായിരുന്നു ഞാൻ ഉത്തരം. പറഞ്ഞത് പാഴ്സി ലേഡി കംപ്ലീറ്റ് എന്തോ ചെയ്തിട്ടുണ്ടാവില്ല ഈ അടുത്ത സമയത്ത് പിന്നെ എന്താ പറയുന്നേ, അതൊരു മ്യൂസിയത്തിൽ തന്നെ പ്രദർശിപ്പിച്ചല്ലോ, ആ പ്രദർശിപ്പിച്ചു. നമ്മൾ ഈ കറണ്ട് അഫയറിൽ എപ്പോഴോ എവിടെയോ വായിച്ചല്ലോ. അതെ വായിച്ചായിരുന്നു. ഓക്കെ. അതിന്റെ ഒപ്പം തന്നെയാണ് 32 കോടിയുടെ കാര്യം പറഞ്ഞത് അല്ലേ? സോറി കൃഷ്ണനും 32 കോടി കിട്ടിയത്. ഓക്കെ. അപ്പൊ അവനീന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രങ്ങളാണ് യാത്രയുടെ അവസാനം, ഭാരതമാത, വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. അടുത്ത ചിത്രകാരൻ പറയട്ടെ. ഓക്കെ. നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് ഉണ്ട്. നന്ദലാൽ ബോസ് എന്ന് പറയായിരുന്നു നന്ദലാൽ ബോസ് ഉണ്ട് ബ്രോ. ഓക്കെ. അടുത്ത ആള് MF ഹുസൈൻ ആണ്. MF ഹുസൈൻ. ഓക്കെ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് പാവങ്ങളുടെ അമ്മ, കുതിരകള് കേട്ടോ, കുതിരകള്, പാവങ്ങളുടെ അമ്മ, കുതിരകള്. MF ഹുസൈൻ സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങളാണ് ഗജഗാമിനി, ത്രൂ ദ ഐസ് ഓഫ് ദ പെയിന്റർ, ത്രൂ ദ ഐസ് ഓഫ് എ പെയിന്റർ. രണ്ട് ചിത്രങ്ങള്, ഗജഗാമിനിയും ത്രൂ ദ ഐസ് ഓഫ് എ പെയിന്റർ. ചിത്രങ്ങൾ എന്ന് വെച്ചാൽ സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങളാണ് ഗജഗാമിനി, ത്രൂ ദ ഐസ് ഓഫ് എ പെയിന്റർ. MF ഹുസൈന്റെ ചിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങൾ ഏതാന്ന് ചോദിച്ചാല് പാവങ്ങളുടെ അമ്മ, കുതിരകള്. ഓക്കെ, മനസ്സിലായോ? പാവങ്ങളുടെ അമ്മ, രണ്ടാമത്തത് കുതിരകള്, പുള്ളിക്കാരന്റെ മെയിൻ ആയിട്ടുള്ള ചിത്രങ്ങള്. ചലച്ചിത്രങ്ങൾ അല്ലേ? ചലച്ചിത്രങ്ങളാണോ? അയ്യോ അല്ല, അതാ ഞാൻ ചോദിച്ച മനസ്സിലായിരുന്നു. പ്രശസ്തമായ ചിത്രങ്ങളാണ് പാവങ്ങളുടെ അമ്മ, കുതിരകള്. ഓക്കെ. അപ്പൊ അദ്ദേഹം സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഫിലിംസ് ഗജഗാമിനി, ത്രൂ ദ ഐസ് ഓഫ് എ പെയിന്റർ. ഓക്കെ. അപ്പൊ ബോംബെ പ്രോഗ്രസീവ് ആർട്സ് ഗ്രൂപ്പ് എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. ബോംബെ കേന്ദ്രമാക്കി ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതും MF ഹുസൈൻ ആണ്. അദ്ദേഹം അവനീന്ദ്രനാഥ് ടാഗോർ നേതൃത്വം കൊടുത്തതിനായിരുന്നു, ആരംഭിച്ച പ്രസ്ഥാനം ഏതായിരുന്നു? സ്വദേശി ചിത്രകലാ പ്രസ്ഥാനമാണ്. അത് പിന്നീട് ഏത് പേരിൽ അറിയപ്പെട്ടു? ബംഗാൾ സ്കൂൾ മൂവ്മെന്റ്. MF ഹുസൈന്റെ ആണ് സ്കൂൾ മൂവ്മെന്റ്. MF ഹുസൈന്റെ ആണ് ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ്. അപ്പൊ ചിത്രങ്ങൾ ഓർത്തിരിക്കുക: പാവങ്ങളുടെ അമ്മ, കുതിരകള്. ഫിലിംസ് ആണ്, ഡയറക്ട് ചെയ്ത ഫിലിംസ് ആണ് ഗജഗാമിനി, പെയിന്റർ. അടുത്ത അമൃത ഷർഗിൽ. എന്താ ശ്രീ എന്ത് പറഞ്ഞേ? എനിക്ക് വ്യക്തമായില്ല. ചെണ്ടക്കാരൻ. നന്ദലാൽ ബോസിന്റെ അല്ലേ? ഗ്രാമീണ ചെണ്ടക്കാരൻ. അതേടിയല്ലോ ചോദിച്ചേ. ഓക്കെ. ഇനി അമൃത ഷർഗിലാണ്. അപ്പൊ 1917 ജനുവരി 30 ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ജനിച്ചു. 1921 അമൃത ഷർഗിൽ ഇന്ത്യയിൽ എത്തുന്നത്. പ്രശസ്തമായ ചിത്രങ്ങൾ അത് ഓർത്തിരിക്കണം. പ്രശസ്തമായ ചിത്രങ്ങളാണ് വധുവിന്റെ ചമയം, യാചകർ, ഗ്രാമീണർ, മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ, ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ. ഇത്ര അമൃത ഷർഗിലിന്റെ ചിത്രങ്ങളാണ്. ഇപ്പം വധുവിന്റെ ചമയം, യാചകർ, ഗ്രാമീണർ, മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ, ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ. ഇത്രയും ആരുടെ ചിത്രങ്ങളാണ്? അമൃത ഷർഗിലാണ്. ഓക്കെ. ഇനി അഞ്ച് ആളുകളൂടെ പഠിക്കാറുണ്ട്. അത് ഒരുമിച്ച് വായിക്കണ്ടല്ലോ. ചിത്രങ്ങളെല്ലാം നമുക്ക് വായിക്കണം. അടുത്ത് നമുക്ക് വേറെ ഇതിലോട്ട് പോവേ. ഓക്കെ. അപ്പൊ 3 പേരെ പറഞ്ഞു. 3 പേരെ അല്ല, 4 പേരെ പറഞ്ഞില്ലേ?
രാജാ രവിവർമ്മ, 4 അവനീന്ദ്രനാഥ് ടാഗോർ, മമതാ ഷെർഗിൽ, എം എഫ് ഹുസൈൻ. സോറി MX. മമതാ ഷെർഗിൽ. ഉം, വിദ്യാർത്ഥിനി ആരുടെ ചിത്രമായിരുന്നു വിദ്യാർത്ഥിനി? രാജാരവിവർമ്മ. രവീന്ദ്രനാഥ് രാജാ സോറി രവിവർമ്മയാണ്. രാജരവിവർമ്മ രാജാ രവിവർമ്മയുടെയാണ് വിദ്യാർത്ഥിനി. ഓക്കെ. കുതിരകളോ? അത് MF മറ്റേ ഹുസൈൻ. ഹുസൈൻ എം എഫ് ഹുസൈൻ. ജിപ്സികൾ അത് അപരീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ് അല്ല, ജിപ്സികള്. അല്ല, രവിവർമ്മയുടെ അല്ലേ? രാജാ രവിവർമ്മയുടെയാണ് ജിപ്സികൾ. ഏറ്റവും ഓക്കെ. ലാസ്റ്റ് മദർ ഇന്ത്യ ആരുടെയാണ്? മദർ ഇന്ത്യ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. മദർ ഇന്ത്യ അമൃത ഷെർഗിൽ. അതെ, അമൃത ഷെർഗിലാണ് മദർ ഇന്ത്യ. അമൃത ഷെർഗിൽ. ഭാരതമാത എന്ന ചിത്രം അതും ചോദിച്ചിട്ടുള്ളതാണ്. അപരീന്ദ്രനാഥ ടാഗോർ. അവനീന്ദ്രനാഥ ടാഗോർ. ഭാരതമാത അവനീന്ദ്രനാഥ ടാഗോർ. അപ്പൊ മദർ ഇന്ത്യ അമൃത ഷെർഗിലാണ്. ഭാരതമാത അവനീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ. മൈസൂർ ഖേദ രവിവർമ്മ. ഓക്കെ. ഗ്രാമീണർ അമൃത ഷെർഗിൽ. അമൃത ഷെർഗിലാണ് ഗ്രാമീണർ. ഓക്കെ. വിക്ടറി ഓഫ് ബുദ്ധ അപരീന്ദ്രനാഥ ടാഗോർ. കറക്റ്റ് ആണ്. അവനീന്ദ്രനാഥ് ടാഗോർ ആണ് വിക്ടറി ഓഫ് ബുദ്ധ. പാവങ്ങളുടെ അമ്മ അത് ഹുസൈൻ MF ഹുസൈൻ. എം എഫ് ഹുസൈൻ ആണ്. ഓക്കെ. യാത്രയുടെ അവസാനം അപരീന്ദ്രനാഥ ടാഗോർ. ഓക്കെ. അവനീന്ദ്രനാഥ്. മലബാർ സുന്ദരി രവിവർമ്മ. രവിവർമ്മയുടെയാണ് മലബാർ സുന്ദരി. അച്ഛൻ ആരുടെ? അച്ഛൻ എന്ന ചിത്രം രവിവർമ്മ. രവിവർമ്മയുടെയാണ്. രവിവർമ്മ നീ തന്നെ എന്തൊക്കെയാ അന്നേരം ഇത് പറഞ്ഞതാ. ഞാൻ ചോദിച്ചായിരുന്നു ശരി ഓക്കെ. സോറി ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. അപരീന്ദ്രനാഥ ടാഗോർ. അവനീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ. ബ്രഹ്മചാരികൾ അമൃത ഷെർഗിൽ. ഓക്കെ. അമൃത ഷെർഗിൽ. സിഖ് ഗായകർ അമൃത ഷെർഗിൽ. അമൃത ഷെർഗിലാണ്. ഓക്കെ. ഉദയ്പൂർ കൊട്ടാരം രവിവർമ്മ ചിത്രമാണ് ഉദയ്പൂർ കൊട്ടാരം. ഓക്കെ. അടുത്ത നമുക്ക് രവിവർമ്മയുടെ ഒന്നുകൂടി പറയാമോ ചിത്രങ്ങൾ? പറയാം. മൈസൂർ ഖേദ, സേതുബന്ധനം, നള ദമയന്തി, നായർ സ്ത്രീ, ദർഭമുന കൊണ്ട ശകുന്തള, മലബാർ സുന്ദരി, രാധാമാധവം, അർജുനനും സുഭദ്രയും, ശ്രീകൃഷ്ണനും യശോദയും, ദമയന്തി ഹംസവാദം, സീതാ സ്വയംവരം, സീതാപഹരണം, സീതാഭൂപ്രവേശം, ശ്രീരാമ ഭട്ടാഭിഷേകം, വിശ്വാമിത്രനും മേനകയും, ശ്രീകൃഷ്ണ ജനനം, സ്നാനം കഴിഞ്ഞ സ്ത്രീ, നർത്തകി, വിദ്യാർത്ഥിനി, ഇന്ത്യയിലെ സംഗീതജ്ഞർ, അച്ഛൻ, ഉദയ്പൂർ കൊട്ടാരം, ജിപ്സികൾ, കാദംബരി. ഇത്രയുണ്ട് രവിവർമ്മ ചിത്രം. ഓക്കെ. ഓക്കെ. ഇവിടെ മദ്രാസിലും ഇവിടെയും എന്തോ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ? 1873 അതിന് ചിത്രം ഏതാണോ? അതെ അതിലേത് ചിത്രം ഏതാന്ന് പറഞ്ഞിട്ടുണ്ടോ? മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി. മദ്രാസിലും വിയന്നയിലും മദ്രാസ് വിയന്ന എന്നിവിടങ്ങളില് മികച്ച ചിത്രമായിട്ട് മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി. വർഷം 1873 1873. ഓക്കെ. പിന്നെ കൈസർ ഇ ഹിന്ദ് പദവി കൊടുത്തു എന്ന് പറഞ്ഞു രാജാ രവിവർമ്മയ്ക്ക്. ആരായിരുന്നു കൊടുത്തത്? കഴ്സൺ പ്രഭു. അതെ, കഴ്സൺ പ്രഭു. അപ്പൊ ഈ പദവി ഒരു കലാകാരന് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് കൈസർ ഇ ഹിന്ദ്. 1900 അത് രാജാ രവിവർമ്മയ്ക്കാണ് കിട്ടുന്നത്. പിന്നെ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ രാജാ രവിവർമ്മ പുരസ്കാരം ഏർപ്പെടുത്തിയായിരുന്നു കേരള ഗവൺമെന്റ് 2001 തൊട്ട്. അത് ഓർത്തിരിക്കണം. പിന്നെ
പിന്നെന്താ ഇത് മറക്കരുത്. രാജാ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടായിരുന്നു? കിളിമാ അത് കിളിമാനൂർ. കിളിമാനൂര്. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. അത് അത് മാവേലിക്കരയാണ്. മാവേലിക്കര. മാവേലിക്കരയാണ്. ഓക്കെ. ഇനി കേരളത്തിലെ സംഗീതത്തെ കുറിച്ചൊന്ന് പറഞ്ഞു പോവാം. സോപാന സംഗീതം ഓക്കെ വായിക്കട്ടെ. ഓക്കെ. കേരളത്തിന്റെ തനത് സംഗീത ശൈലിയാണ് സോപാന സംഗീതം. ദ്രാവിഡ സംഗീതത്തിന്റെ തുടർച്ച എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ തനത് സംഗീത ശൈലിയാണ്. സോപാന സംഗീതം രാഗാധിഷ്ഠിതമാണ്. കേരളീയ ക്ഷേത്രങ്ങളിലാണ് സോപാന സംഗീതത്തിന്റെ ആരംഭം. ഇപ്പം സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന രാഗങ്ങളാണ് ഇന്ദിശ, ദേശാശി, ഇന്തളം, പാടി, പൂപാളം, പുറനീർ, കാമോദരി. ഇതൊക്കെ എന്ത്? ഒന്നുകൂടി. ഇന്ദിശ, ദേശാശി, ഇന്തളം, പാടി, പൂപാളം, പുറനീർ, കാമോദരി. അപ്പൊ ഇത്രയും രാഗങ്ങള് സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ. സോപാന സംഗീതത്തിന്റെ കുലപതി അത് ഞരളത്ത് ഞരളത്ത് രാമപൊതുവാൾ. രാമപൊതുവാൾ. അതെ, അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുക ഉണ്ട് അല്ലേ. സോപാന സംഗീതത്തിന്റെ കുലപതി ഞരളത്ത് രാമപൊതുവാളാണ്. ഈ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? ഇടയ്ക്കയാണ്. അത് ചോദിക്കുന്നല്ലേ. ഇടയ്ക്കയാണ്. അതെ, ഇടയ്ക്കയാണ്. ഓക്കെ. അപ്പൊ കൊട്ടിപ്പാടി സേവ, രംഗസോപാനം എന്നിങ്ങനെ സോപാന സംഗീതം 2 തരത്തിലുണ്ട്. അപ്പൊ സോപാനം എന്നത് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലുള്ള എന്താണ്? ചവിട്ടുപടിയാണ് ചവിട്ടുപടി. കേട്ടോ. ചവിട്ടുപടിയാണ്. സോപാനം എന്നത് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ചവിട്ടുപടിയാണ്. ക്ഷേത്രത്തിന്റെ സോപാനത്തിൽ നിന്നുകൊണ്ട് പൂജാവേളയിൽ മാരാർ ഇടയ്ക്ക കൊട്ടി പാടുന്നതിനെയാണ് കൊട്ടിപ്പാടി സേവ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ കൊട്ടിപ്പാടി സേവ, രംഗസോപാനം എന്നിങ്ങനെ സോപാന സംഗീതം 2 തരത്തിലുണ്ട്. അപ്പൊ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ചവിട്ടുപടിയാണ് സോപാനം. ഈ സോപാനത്തിൽ നിന്നുകൊണ്ട് പൂജാവേളയിൽ മാരാർ ഇടയ്ക്ക കൊട്ടി പാടുന്നതിനാണ് കൊട്ടിപ്പാടി സേവ എന്ന് പറയുന്നത്. സോപാന സംഗീതത്തിന്റെ പ്രധാനപ്പെട്ട ശാഖയാണ് അരങ്ങ് സംഗീതം. ഇതിനെ അഭിനയ സംഗീതം എന്നും പറയും. ഓക്കെ. സോപാന സംഗീതത്തിന്റെ പ്രധാനപ്പെട്ട ശാഖയാണ് അരങ്ങ് സംഗീതം. ഇതിനെ അഭിനയ സംഗീതം എന്നും പറയുന്നുണ്ട്. അരങ്ങിൽ ഗായകൻ പാടുകയും വാദിക്കാരൻ കൊട്ടുകയും നടൻ അതിനനുസരിച്ച് വിവിധ കഥാപാത്രങ്ങളുടെ വേഷം അണിഞ്ഞ് അഭിനയിക്കുകയും ചെയ്യും. ഇതാണ് അരങ്ങ് സംഗീതം എന്ന് പറഞ്ഞാലേ. അപ്പൊ അതിന് ഉദാഹരണങ്ങളാണ് ഏതൊക്കെയായിരിക്കും? അതിന് ഉദാഹരണങ്ങൾ അരങ്ങ് സംഗീതത്തിന് കഥകളിയൊക്കെ പറയാൻ പറ്റുമോ? അതെ, കഥകളിയൊക്കെ പറയാൻ പറ്റുമല്ലോ. അപ്പം അരങ്ങിൽ ഗായകൻ പാടുകയും വാദിക്കാരൻ കൊട്ടുകയും നടൻ അതിനനുസരിച്ച് വിവിധ കഥാപാത്രങ്ങളുടെ വേഷം അണിഞ്ഞ് അഭിനയിക്കുകയും ചെയ്യും. ഇതാണ് അരങ്ങ് സംഗീതം. അപ്പൊ അതിന് ഉദാഹരണങ്ങൾ കഥകളി, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, മുടിയേറ്റ്, അർജുന നൃത്തം. അപ്പൊ അർജുന നൃത്തം എല്ലാം അരങ്ങ് സംഗീതത്തിൽ പെടുന്നതാണ്. അർജുന നൃത്തം, മുടിയേറ്റും ഉണ്ടല്ലേ. മുടിയേറ്റ്, അർജുന, കഥകളി, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, മുടിയേറ്റ്, അർജുന നൃത്തം. ഇതൊക്കെ അരങ്ങ് സംഗീതത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ. അപ്പൊ കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം. സോപാന സംഗീതം. കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. സമയ സംഗീതം എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നതും സോപാന സംഗീതമാണ്. സമയ സംഗീതം. സമയ സംഗീതം എന്നുവെച്ചാൽ ഗാനകാല നിയമം അനുസരിച്ച് രാഗങ്ങൾ പ്രയോഗിക്കപ്പെടുന്നതിനാണ് ഇപ്രകാരം അറിയപ്പെടുന്നത് സമയ സംഗീതം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അരങ്ങ് സംഗീതത്തെ വേറൊരു പേരിൽ അറിയപ്പെട്ടു. എന്തായിരുന്നു? അഭിനയ സംഗീതം. പിന്നെ സമയ സംഗീതം എന്നറിയപ്പെട്ടത് സോപാന സംഗീതം. സോപാന സംഗീതമാണ്. സമയ സംഗീതം സോപാന സംഗീതമാണ്. പ്രധാന സോപാന സംഗീത കലാകാരന്മാരാണ് ഞരളത്ത് ഹരിഗോവിന്ദൻ, പുതുശ്ശേരി രാഘവക്കുറുപ്പ്, അമ്പലപ്പുഴ വിജയകുമാർ. കേട്ടോ. അപ്പൊ സോപാന സംഗീത കലാകാരന്മാർ ഞരളത്ത് ഹരിഗോവിന്ദൻ, പുതുശ്ശേരി രാഘവക്കുറുപ്പ്, അമ്പലപ്പുഴ വിജയകുമാർ. ഇവരിത്രയും സോപാന സംഗീത കലാകാരന്മാരാണ്. സോപാന സംഗീതത്തിന്റെ കുലപതി ആരായിരുന്നു? ഞരളത്ത് രാമപൊതുവാളാണ്.
അപ്പൊ സോപാന സംഗീതത്തിലെ കലാകാരന്മാർ ചോദിച്ചാൽ ഞെരളത്ത് ഹരിഗോവിന്ദൻ, പുതുശ്ശേരി രാഘവക്കുറുപ്പ്, അമ്പലപ്പുഴ വിജയകുമാർ. ആ ഓക്കെ. 3 പേരെ കിട്ടിയോ? ഞരടത്ത് ഹരിഗോവിന്ദ്, പുതുശ്ശേരി രാഘവക്കുറുപ്പ്, പുതുശ്ശേരി രാഘവക്കുറുപ്പ്, അമ്പലപ്പുഴ വിജയകുമാർ. അമ്പലപ്പുഴ വിജയകുമാർ. ഓക്കെ. അപ്പൊ സോപാന സംഗീതത്തിന്റെ അത്രേ ഉള്ളായിരുന്നു. ഓക്കെ. പക്ഷേ സോപാന സംഗീതം അപ്പോ 2 വിഭാഗങ്ങളെന്ന് പറഞ്ഞില്ലേ ആദ്യം? ആ കൊട്ടിപ്പാടി സേവയും രംഗസോപാനം. രംഗസോപാനം. ഇത് രണ്ടും അതിന്റെ 2 ഭാഗങ്ങളോ എന്താന്നാ പറഞ്ഞത്? 2 വിഭാഗങ്ങളോ? അതെ അതെ, രണ്ട് വിഭാഗങ്ങളാണ്. വിഭാഗങ്ങൾ. ഓക്കെ. അപ്പോ ഇതെന്താ പറയുന്നത്? ആ രംഗ സംഗീതം അതിന്റെ പ്രധാനപ്പെട്ട ശാഖ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ അതെ അല്ലേ? അരങ്ങ് വെച്ചാൽ നമ്മുടെ ഈ ഗായകൻ പാടും, അരങ്ങിൽ ഗായകർ പാടുകയും വാദ്യക്കാരൻ കൊട്ടെ. കഥകളിയൊക്കെ ഇല്ലേ അരങ്ങ് ഓക്കെ. സംഗീതത്തിന് ഉദാഹരണം പറഞ്ഞു. അതെ 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 അതെ. മനസ്സിലായി? അത് ഇതിന്റെ ശാഖയാണല്ലേ? അതെ. അപ്പൊ 2 ശാഖകളല്ലേ? അതെ. ഒന്ന് കൊട്ടിപ്പാടി അതും സേവ എന്താ എന്നുവെച്ചാൽ കൊട്ടിപ്പാടി സോപാന സേവ ഓക്കെ. സംഗീതത്തിന് സോപാന സംഗീതം 2 തരത്തിലുണ്ട്. കൊട്ടിപ്പാടി സേവയും രംഗസോപാനവും. ഓക്കെ. ഓക്കെ. അപ്പൊ ഈ എന്നുവെച്ചാൽ ഈ കൊട്ടിപ്പാടി സേവ എന്ന് വെച്ചാൽ സോപാനം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ചവിട്ടുപടിയാണ്. ഓക്കെ. ശ്രീകോവിലിന്റെ മുന്നിലുള്ള ചവിട്ടുപടിയാണ് സോപാനം. ആ സോപാനത്തിൽ നിന്നുകൊണ്ട് പൂജാവേളയില് ഇടയ്ക്ക കൊട്ടി മാരാർ പാടുന്നതിനാണ് കൊട്ടിപ്പാടി സേവ എന്ന് പറയുന്നത്. ഓക്കെ. മറ്റേത് അരങ്ങ് സംഗീതം. ഇതതിന്റെ ശാഖ. അരങ്ങ് സംഗീതം അല്ല അഭിനയ സംഗീതം എന്നൊക്കെ അറിയപ്പെടുന്നു. സോപാന സംഗീതത്തിന്റെ പ്രധാനപ്പെട്ട ശാഖ എന്ന് പറഞ്ഞു. ഓക്കെ. ശരിയാണല്ലോ. അത് തന്നെയല്ലേ ഈ സംഭവം വരുന്നത്? അരങ്ങ് സംഗീതം തന്നെയല്ലേ രംഗസോപാനം? അത് സംശയമുണ്ട്. അതായത് ഇപ്പൊ ഇതിന്ന് മനസ്സിലായത് 2 ശാഖകളുണ്ടെന്ന് മനസ്സിലായി. ഒന്ന് അരങ്ങ സംഗീതം, പിന്നെ എന്താ പറഞ്ഞത്? അരങ്ങ് സംഗീതം കാലങ്ങൾക്കനുസൃതമായി പാടുന്നത് സമയസംഗീതം. സമയസംഗീതം അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ അതെ. ഓക്കെ. ഓക്കെ, ഒന്നുകൂടെ ചോദിക്കേ. ഈ സോപാന സംഗീതത്തിന്റെ കുലപതി ആരായിരുന്നു? കേരളത്തിൽ രാമപുത്രൻ. ഉപയോഗിക്കുന്ന വാദ്യം ഏതാ? ഇടയ്ക്ക. 2 തരത്തിലുണ്ട്. കൊട്ടിപ്പാടി സേവയും രംഗസോപാനം. സോപാന സംഗീതം 2 തരത്തില്. അപ്പം സോപാനത്തിൽ നിന്നുകൊണ്ട് ഇടയ്ക്ക് കൊട്ടിപ്പാടുന്നതിനാണ് കൊട്ടിപ്പാടി സേവ എന്ന് പറയുന്നത്. അപ്പൊ ഈ സോപാന സംഗീതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശാഖ വെച്ച അരങ്ങ് സംഗീതം. അരങ്ങ് സംഗീതം. എനിക്കൊന്ന് രംഗസോപാനം തന്നെയാന്ന് തോന്നുന്നു. ഇതിന് അഭിനയ സംഗീതം എന്ന് പറയും. അപ്പൊ ആ അരങ്ങ് സംഗീതത്തിന് ഉദാഹരണങ്ങളാണ് കഥകളി, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, മുടിയേറ്റ്, അർജുന നൃത്തം. അപ്പം സോപാന സംഗീതത്തെ സമയ സംഗീതം എന്നും പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ 2 കുറെ കലാകാരന്മാർ പറഞ്ഞു. സോപാന സംഗീത കലാകാരന്മാരാണ് ഞെരളത്ത് ഹരിഗോവിന്ദൻ, പുതുശ്ശേരി രാഘവക്കുറുപ്പ്, അമ്പലപ്പുഴ വിജയകുമാർ. കേട്ടോ, 3 സംഗീത കലാകാരന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞെരളത്ത് ഹരിഗോവിന്ദൻ, പുതുശ്ശേരി രാഘവക്കുറുപ്പ്, അമ്പലപ്പുഴ വിജയകുമാർ. അമ്പലപ്പുഴ വിജയകുമാർ. നമ്മൾ ഇങ്ങനെ പഠിച്ച പോലെ പറ്റത്തുള്ളൂ. ഇതൊക്കെ ചോദിച്ചാലേ വായിക്കാതിരുന്നാലും പറ്റൂല. അതെ അതെ. ഓക്കെ. ഇതിപ്പോ ഓക്കെ സെറ്റായി. ആണല്ലോ. അപ്പൊ ദൃശ്യകലകള് വായിച്ചു. ദൃശ്യകലകളിലെ ചിത്രകല നമ്മൾ വായിച്ചേ. ചിത്രകല നമ്മൾ വായിച്ചു തീർത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ചിത്രകലയിൽ ഇനി 5 കലാകാരന്മാരെ കൂടെ വായിച്ചാൽ മതി. അന്നേരം അത് കഴിയും. പിന്നെ കിടക്കുന്ന ശില്പകലയുണ്ട്. ശില്പകലയിൽ കാനായി കുഞ്ഞിരാമനും ഒക്കെ ശ്രവ്യകലകൾ കുറച്ചേ ഉള്ളതൊക്കെ. ദൃശ്യ സംഗീതം, കർണാടക സംഗീതം. സോപാന സംഗീതം പഠിച്ചു. കർണാടക സംഗീതം കിടക്കുന്നു. നാടൻ പാട്ടുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നുള്ളത് വാദ്യങ്ങള്. കഥകളി ഇപ്പം പറഞ്ഞു പോണം. അതുകൂടെ പറഞ്ഞു നിർത്തട്ടെ. കഥകളി കൂടെ പറയട്ടെ. പഠിച്ചിട്ടുള്ള സാധനമായിട്ട്
എന്തോ അല്ല ഇത് എന്തിനു വേണ്ടിട്ട് ഈ ക്ലാസ് എടുക്കുന്നു? ഏ PSC വേണ്ടിയിട്ടാണ് ബ്രോ. അതെനിക്ക് മനസ്സിലായി. PSC ഏത് സെക്ഷന് വേണ്ടിട്ടാ? LDC എൽ ഡി വേണ്ടി. LDC. ഓക്കെ. ഓക്കെ. അപ്പം ദൃശ്യ ശ്രവ്യ കലകളാണ്. അപ്പം ദൃശ്യകലകളുടെയും ശ്രവ്യകലകളുടെയും സമ്മിശ്രമാണ് ദൃശ്യ ശ്രവ്യ കലകൾ. ഓക്കെ. അതിൽ ഓക്കെ. ശാസ്ത്രീയ കലകൾ ചിട്ടകളും മുറയും ക്രമവും തെറ്റാതെയുള്ള അവതരണ ശൈലി ഉണ്ടാവണം ശാസ്ത്രീയ കലകൾക്ക്. പിന്നെ അതിനകത്ത് അറിയാനുള്ളത് അനുഷ്ഠാനപരമായി തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാത്തതും എന്നാൽ ശാസ്ത്രീയമായി അഭ്യസനത്തിലൂടെ മാത്രം സ്വായത്തമാക്കാവുന്ന കലാരൂപങ്ങളാണ് ശാസ്ത്രീയ കലകൾ. ഓക്കെ. ഓക്കെ. തലമുറകളിൽ നിന്നും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടത്തില്ല. എന്നാൽ ശാസ്ത്രീയമായ അഭ്യസനത്തിലൂടെ സ്വായത്തമാക്കാവുന്ന കലാരൂപങ്ങളാണ് ശാസ്ത്രീയ കലകൾ. ഉം. അപ്പൊ അതിന് ഉദാഹരണങ്ങളാണ് കഥകളി, കൂടിയാട്ടം, കൂത്ത്, കൃഷ്ണനാട്ടം, ഓട്ടംതുള്ളൽ, മോഹിനിയാട്ടം, കേരള നടനം. അല്ലെ നമ്മള് കഥകളിയും കൂടെ പറഞ്ഞു പോവാം. കഥകളി ഓക്കെ ആണല്ലോ. ഓക്കെ. ഓക്കെ. കഥകളി കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി. കഥകളിയുടെ ആദ്യകാല രൂപമാണ് എന്ത്? രാമനാട്ടം. രാമനാട്ടം. കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച ക്ലാസിക്കൽ കലാരൂപമായ രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി പരിണമിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉം. അപ്പൊ കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച ക്ലാസിക്കൽ കലാരൂപമായ രാമനാട്ടത്തിൽ നിന്ന്, അപ്പൊ കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. അപ്പൊ ആ രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി പരിണമിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ഏത് ഭാഷയിലാ? സംസ്കൃതമാണോ? അതെ അതെ. സംസ്കൃതമാണോ? ഏതാ കൃഷ്ണനാട്ടോ? കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. സംസ്കൃതം. ഓക്കെ. ഓക്കെ. പക്ഷെ രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ രാമനാട്ടം മലയാളത്തിലല്ല. കറക്റ്റ് ആണ്, മലയാളമാണ്. അപ്പൊ കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലും രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളവുമാണ്. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളിയാണ്. വെട്ടത്ത് സമ്പ്രദായം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപം കഥകളിയാണ്. വെട്ടത്ത് സമ്പ്രദായം കഥകളിയുടെ ആദ്യകാല രൂപമാണ് എന്ത്? രാമനാട്ടം. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ഏതായിരുന്നു? മലയാളം. കൃഷ്ണനാട്ടം ആകുമ്പോ സംസ്കൃതം. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാ? കഥകളിയുടെ സാഹിത്യ രൂപം കൃഷ്ണനാട്ടമാണോ? അല്ല, ആട്ടക്കഥയാണ്. ആട്ടക്കഥ. അപ്പൊ അത് തെറ്റരുത്. കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥയാണ്. കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. ആദ്യകാല രൂപം ആദ്യകാല രൂപം രാമനാട്ടം. സാഹിത്യ രൂപം ചോദിച്ച് ആട്ടക്കഥയുമാണ്. ഓക്കെ അല്ലോ. കോട്ടയത്ത് തമ്പുരാൻ, ഉണ്ണായി വാര്യർ, ഇരയിമ്മൻ തമ്പി, വയസ്കരമൂസ് തുടങ്ങിയവർ കഥകളിയിലോ കഥകളിയുടെ സാഹിത്യ രൂപമായ ആട്ടക്കഥയിലോ പ്രധാന സംഭാവനകൾ നൽകിയവരാണ്. അപ്പൊ ഇതെല്ലാം കഥകളിയുമായി ബന്ധപ്പെട്ടവരാന്ന് ഓർത്തിരിക്കും. കോട്ടയത്ത് തമ്പുരാൻ, ഉണ്ണായി വാര്യർ, ഇരയിമ്മൻ തമ്പി, വയസ്കരമൂസ്. കേട്ടോ, അപ്പൊ വയസ്കരമൂസ് കഥകളിയുമായി ബന്ധപ്പെട്ട ആളാന്ന് ഓർക്കണം. കഥകളി വയസ്കരമൂസ് നമ്മളധികം കേട്ടിട്ടില്ല. വയസ്കരമൂസ് സൈഡിൽ എഴുതിയേക്കാം. എന്റെ സൗണ്ട് പോയില്ലേ? ക്ലിയർ ആണല്ലോ? ചെറുതായിട്ട് പോയിരുന്നു. ഇപ്പൊ ഓക്കെ, കുഴപ്പമില്ല. സൗണ്ട് പോയില്ലേ നിൽക്കുമ്പോ വളരെ പോരുന്നുണ്ട്. അല്ല, ദോഷം പറയരുതല്ലോ ചേച്ചി. സൗണ്ട് പോയില്ലെന്ന് പറയുമ്പോ വളരെ ക്ലിയർ ആണ്. ഇടയ്ക്ക് നേരത്തെ കണക്ക് തന്നെയാണോ ഇപ്പോഴും? കൂടിയും കുറഞ്ഞു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കയറുന്ന ഇഷ്ടമാണ്. അയ്യോ, എന്ത് ചെയ്യാൻ. വേറെവിടെയും പോയി കയറാണ്ട് ഇവിടെ തന്നെ വന്ന് കയറണേ. വേറെവിടെയും പോയി കയറണ്ട് ഇവിടെ തന്നെ വന്ന് കയറണേന്ന് പറയുന്നത് പോയി. ഹലോ 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 പറയൂ കേൾക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ശരി, വളരെ ശ്രദ്ധിച്ചിരിക്കുന്നത്. അതെ, ഞങ്ങള് വളരെ ശ്രദ്ധിച്ചു തന്നെ ഇരിക്കണം. പക്ഷെ സൗണ്ട് ഒന്നും കേട്ടില്ല, പിന്നെ നമ്മളാ ശ്രദ്ധ വെറുതെ വേസ്റ്റ് ആവില്ലേ? ഓക്കെ, ഇപ്പൊ എന്നിട്ട് കേൾക്കാം.
ഉം. ആ പോട്ട് വാ. പിന്നെ കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, മദ്ദളം, ചെണ്ട ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഓക്കെ. ഓക്കെ. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാ? നേരത്തെ പറഞ്ഞു, സോപാന സംഗീതം. സോപാന സംഗീതം. ഒരു കഥകളി നാടകത്തിന്റെ പൂർണ്ണ രൂപം അവതരിപ്പിക്കാൻ ആവശ്യമായ സമയം 7 ദിവസമാണോ? 6 മുതൽ 8 മണിക്കൂർ വരെ. 8 മണിക്കൂറാണ്. ഒരു കഥകളി നാടകത്തിന്റെ പൂർണ്ണ രൂപം അവതരിപ്പിക്കാൻ ആവശ്യമായ സമയം 6 മുതൽ 8 മണിക്കൂർ വരെയാണ്. ഒരു കഥയുടെ അല്ലേ? ഒരു കഥകളി നാടകത്തിന്റെ പൂർണ്ണ രൂപം. കഥകളിയിലെ ആദ്യ ചടങ്ങ് എന്താ? കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ട്. കേളികൊട്ടാണ് കഥകളിയിലെ ആദ്യ ചടങ്ങ്. കേളികൊട്ട്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം അത് പുറപ്പാടാണ്. പുറപ്പാട്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പുറപ്പാട്. മറ്റേ കട്ടനൊക്കെ ഇട്ടിട്ട് മറ്റേതല്ലേ കൈവിരലെ കൊണ്ട് കാണിക്കുന്നതല്ലേ? അല്ല, കട്ടന്റെ പുറകിൽ ചെയ്യുന്നത് അത് തോടയോട്ടാണ്. പറയും. അപ്പൊ ഏതാണ്ട് അത് കഥകളിയിലെ പ്രധാന ചടങ്ങുകളെന്ന് ആദ്യം പറഞ്ഞു പോവാം. കേളികൊട്ടം എന്ന് വെച്ചാല് കഥകളി ഉണ്ട് എന്ന് ദേശവാസികളെ അറിയിക്കുന്ന മേളമാണ് കേളികൊട്ട്. സന്ധ്യയ്ക്ക് മുമ്പാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഓക്കെ. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നീ വാദ്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് കേളികൊട്ട് നടത്തുന്നത്. അപ്പൊ കഥകളി ഉണ്ട് എന്ന് ദേശവാസികളെ അറിയിപ്പിക്കുന്ന മേളമാണ് കേളികൊട്ട്. പിന്നെ ഒരു ചടങ്ങുണ്ട് അരങ്ങുകേളി. അരങ്ങുകേളി എന്താന്ന് വെച്ചാൽ കഥകളി തുടങ്ങി കഴിഞ്ഞു എന്നറിയിക്കുന്ന ചടങ്ങാണ്. കഥകളി തുടങ്ങി കഴിഞ്ഞു എന്നറിയിക്കുന്ന ചടങ്ങാണ് അരങ്ങുകേളി. ഓക്കെ. അപ്പൊ അതിനെ എന്തുപയോഗിക്കത്തില്ല? അരങ്ങുകേളിക്ക് എന്തുപയോഗിക്കത്തില്ല? ചെണ്ട ഉപയോഗിക്കത്തില്ലേ? ചെണ്ട ഇല്ലാതെ മദ്ദളവും ചേങ്ങിലയും ഇലത്താളവും ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. മറ്റേതില് കേളികൊട്ടിന് ചെണ്ടയുണ്ട്. അറിയിക്കുമല്ലയോ, ദേശവാസികളെ അറിയിക്കുന്നതിന് കുറച്ച് നല്ല സൗണ്ട് വേണമെന്ന് ഓർക്കാം. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം അത് കേളികൊട്ടിന് ഉപയോഗിക്കുന്നുണ്ട്. അരങ്ങ് കേളിക്ക് ചെണ്ടയില്ല. ചെണ്ടയില്ലാതെ മദ്ദളവും ചേങ്ങിലയും ഇലത്താളവുമാണ് എന്തിനുപയോഗിക്കുന്നത്? അരങ്ങുകേളി. അരങ്ങുകേളി എന്ത് ചടങ്ങാണ്? കഥകളി തുടങ്ങി കഴിഞ്ഞു എന്നറിയിക്കുന്ന ചടങ്ങാണ് അരങ്ങുകേളി. പിന്നെ ഒരു ചടങ്ങാണ് കഥകളിയിലെ ഒരു ചടങ്ങാണ് തോടയം. ഓക്കെ. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇഷ്ടദേവതാ പൂജയാണ് ഈ ചടങ്ങ്. ഇഷ്ടദേവതാ പൂജയാണ് തോടയം എന്ന ചടങ്ങ്. അപ്പൊ എല്ലാ നടന്മാരും തോടയം കെട്ടിയതിന് ശേഷമേ അവരവരുടെ വേഷം കെട്ടാവൂ എന്നതാണ് നിയമം. ഓക്കെ. എല്ലാ നടന്മാരും തോടയം കെട്ടിയതിന് ശേഷമേ അവരവരുടെ വേഷം കെട്ടാവൂ എന്നതാണ് നിയമം. പിന്നെ ഒരു ചടങ്ങാണ് വന്ദന ശ്ലോകം. ഓക്കെ. പൊന്നാനി എന്ന പ്രധാന പാട്ടുകാരനും ശിങ്കിടി എന്ന രണ്ടാം പാട്ടുകാരനും ചേർന്ന് പാടുന്നതാണ് വന്ദന ശ്ലോകം. മനസ്സിലായോ? അപ്പൊ പ്രധാന പാട്ടുകാരനാണ് പൊന്നാനി. കഥകളിയിലെ പ്രധാന പാട്ടുകാരനാണ് പൊന്നാനി. അപ്പൊ രണ്ടാം പാട്ടുകാരന് ശിങ്കിടിയാണ്. അപ്പൊ അവർ രണ്ടുപേരും ചേർന്ന് പാടുന്നതാണ് വന്ദന ശ്ലോകം. അതും ഒരു ചടങ്ങാണ്, വന്ദന ശ്ലോകം. പിന്നെ കഥകളിയിലെ ഒരു ചടങ്ങാണ് പുറപ്പാട്. ഒരു പുരുഷവേഷവും സ്ത്രീവേഷവും തിരശ്ശീല നീക്കി രംഗത്ത് ചെയ്യുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങാണ് പുറപ്പാട്. സാധാരണ പുരുഷവേഷം ആർക്കായിരിക്കും? കൃഷ്ണനായിരിക്കും. കൃഷ്ണവേഷം മാത്രമായിട്ടും പുറപ്പാട് അവതരിപ്പിക്കാറുണ്ട്. ധനാശി എന്താണെന്നറിയാലോ? കഥകളി അവതരണത്തിലെ അവസാന ചടങ്ങാണ് ധനാശി. ഹലോ ഹലോ പറഞ്ഞോ കേൾക്കാലോ. ആർക്കേബ്രോയുടെ പ്രൊഫൈൽ അല്ലേ? ആർക്കേഡ് സൗണ്ട് ഇല്ലല്ലോ ഇന്ന്. കൊള്ളാലോ, അടിപൊളി. പറയൂ ആർക്കേബ്രോ. സൗണ്ട് കേട്ടിട്ട് പരിചയമുണ്ടോ നോക്ക്. അത് ശരി നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിട്ട്. ഏത് രാഷേട്ടാ? നമ്മുടെ പുറപ്പെടുവിച്ച് നോക്കട്ടെ. ശബ്ദം ഒന്നും കൂടി പുറപ്പെടുവിക്കും. നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല.
എടീ ഓഹോ, തീർത്തു. ഇത് അവിടെ പോയി നിൽക്കാണോ RK ബ്രോ? മനസ്സിലാവില്ല. അതെങ്ങനെ ഇവളെ എവിടെ രണ്ട് നിന്ന് ബിരിയാണി കിട്ടി? എന്ന് പറഞ്ഞാ അല്ല ഞാൻ പോട്ടെ, ബിരിയാണി എന്ന് പറ, അപ്പൊ മനസ്സിലാവും. എന്താ കേട്ടില്ല, നിങ്ങൾ എവിടെ വെച്ച് കണ്ടുമുട്ടി? മനസ്സിലായില്ല. എടാ ഒരു എക്സാം ഉണ്ടായി ഇന്ന് PSC. ആണോ? അത് PSC ഏതായിരുന്നു എക്സാം ഏതായിരുന്നു അത്? രണ്ടുപേർക്കോ? അല്ലല്ല, ആ ഇർഫാനിക്ക് മാത്രം, അപെക്സ് ബോർഡിന്റെ. ആണോ? ഓക്കെ ശരി ശരി. ആഹാ. അപ്പൊ ഇവിടെ നിങ്ങൾ എങ്ങനെ കണ്ടുപിട്ടിയത്? RK ബ്രോക്ക് അവിടെ ആയിരുന്നോ സെന്റർ? എനിക്ക് വർക്ക് ഇന്ന് ഇവിടെ ആയിരുന്നേ. വർക്ക് അവിടെ ആയിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് ഈ ഇർഫാന വല്ലതും വാങ്ങി തന്നോ ആർക്കെ? ആ RK ബ്രോ അല്ല, RK ബ്രോയുടെ പോക്കറ്റ് കാര്യമായി കാണും മിക്കവാറും. 2 ബിരിയാണി 3 ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയില്ല. അല്ല RK ബ്രോ? ബിരിയാണി വാങ്ങിച്ചു, ബിരിയാണി ആ വാങ്ങിച്ചു. പൈസ ആരാ എടുത്ത്? പെരുന്നാൾ ചെലവ്. ആണോ? ഓക്കെ ഓക്കെ. ഭക്ഷണമേ കഴിച്ചിട്ടില്ല. ഓക്കെ ഈർപ്പു അങ്ങനെ കേറുന്നില്ലേ ക്ലാസ്സിനൊന്നും? ഏർപ്പു എടോ ഈ എക്സാം ആയതുകൊണ്ട് ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യായിരുന്നു. അയ്യോ. ഓക്കെ ഓക്കെ ശരി ശരി. ഇത് ഏതാണ്? എടോ ഇത് ഈ അപെക്സ് ബോർഡിന്റെ. അങ്ങനത്തെ അതിന്റെ അപെക്സ് ബോർഡ്. BCom ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓക്കെ 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 ശരി ശരി. സെറ്റ്. എന്നിട്ട് കഴിഞ്ഞോ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓ ഭയങ്കര പാടായിരുന്നു. ആണോ? ഭയങ്കര ടഫായിരുന്നു. ഫൈനലായിരുന്നോ അതോ പ്രിലിംസ് ആയിരുന്നോ? കുറച്ച് ഇംഗ്ലീഷും കുറച്ച് ഇതാനും കുറച്ച് IT ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ. എനിക്കൊരു സംശയമുണ്ട്. ഫൈനലായിരുന്നോ അത്? ഫൈനലായിരുന്നോ അത്? അല്ലല്ലോ പ്രിലിമിനാണ്. കാർത്തികേടേ, പറടാ ചേച്ചേ. എടാ എനിക്കൊരു സംശയമുണ്ട്. ആ ക്ലാസ് നടക്കട്ടെ. ഓക്കെ, ഓക്കെ. എവിടാ നീ ഡ്യൂട്ടി പോണോ? ഞാൻ ഒലോക്കോട്. ഓക്കെ. എനിക്കൊരു സംശയമുണ്ട്. കിട്ടുന്നില്ലല്ലോ പഴയ പോലെ. കാർത്തിക്, അല്ല ഒന്നുമില്ല. ഓക്കെ. ഗാദി ബോർഡിന്റെ ഉണ്ടല്ലോ, ഗാദി ബോർഡിന്റെ റിസൾട്ട് വന്നല്ലോ. അതിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാരെങ്കിലും ഒന്ന്. അത് തന്നെ, ആ റിസൾട്ട് വന്നു. പ്രിലിംസ് റിസൾട്ട് പബ്ലിഷ് ആയി. ഇനി മെയിൻസ് എക്സാമിന് എത്ര മാർക്കാണ്? കട്ട് ഓഫ് ആണോ? കട്ട് ഓഫ് 80 സംതിങ് ആണ്ടല്ലേ പറഞ്ഞിട്ടിരുന്നേ. ആ റിസൾട്ട് വന്നു, 50 മാർക്ക് ഉണ്ട്. എനിക്ക് ഇനി മെയിൻസ് എഴുതാൻ പറ്റുമോ? എടാ 80 പറഞ്ഞു ചേട്ടാ. എടാ നിന്റെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ? ആ റിസൾട്ട് വന്നിട്ടുണ്ടോ? ആണോ? നിന്റെ കട്ട് ഓഫ് നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് ഞാൻ നിന്നെ വിളിക്കാം. പോരെ? ഞാൻ വിളിക്കാം. ഓക്കെ എന്നാ പറഞ്ഞോ മഹാലി ചേച്ചി. ബാക്കി ഞാൻ RK ബ്രോയുടെ വോയിസില് അടുത്ത് പറ. RK ബ്രോയുടെ എവിടം വരെയാ വായിച്ചോണ്ടിരുന്നേ? അത് മറ്റേ ഏതായിരുന്നു? ബലാശി എത്തിയായിരുന്നു. അതെ, കഥകളിയിലെ ചടങ്ങുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നേ. കഥകളിയിലെ ചടങ്ങുകൾ ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? വളരെ ക്ലിയർ ആണ്. അപ്പൊ കേളികൊട്ട് നമ്മൾ പറഞ്ഞു, കഥകളി ഉണ്ടെന്ന് ദേശവാസികളെ അറിയിക്കുന്നതാണ് കേളികൊട്ട്. ഓക്കെ. അപ്പൊ അതിനുപയോഗിക്കുന്നത് ചെണ്ട, മന്ദളം, ചേങ്ങില, ഇലത്താളം എന്നീ വാദ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അരങ്ങുകേളി, കഥകളി തുടങ്ങി കഴിഞ്ഞു എന്നറിയിക്കുന്ന ചടങ്ങാണ് അരങ്ങുകേളി. അതിനെന്ത് ഉപയോഗിക്കത്തില്ല? ചെണ്ടയില്ല. മറ്റേ മന്ദളവും ചേങ്ങില, ഇലത്താളവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അരങ്ങുകേളിയിൽ. തോടയം എന്തായിരുന്നു? തോടയം മറ്റേ നമ്മുടെ ഇഷ്ടദേവതാ പൂജയാണ് തോടയം. വന്ദന ശ്ലോകം എന്തായിരുന്നു? വന്ദന ശ്ലോകം എന്തായിരുന്നു? പൊന്നാനി എന്ന പ്രധാന പാട്ടുകാരനും ചിങ്കിടി രണ്ടാം പാട്ടുകാരനും ചേർന്നുള്ളതാണ് വന്ദന ശ്ലോകം. പുറപ്പാടെന്തായിരുന്നു? ഒരു പുരുഷവേഷവും സ്ത്രീവേഷവും തിരശീല നീക്കി രംഗത്ത് ചെയ്യുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങാണ് പുറപ്പാട്. ധനാശി അറിയാലോ? ധനാശി അവസാനിക്കുന്ന ചടങ്ങ്. ഓക്കെ. ദേശീയ കഥകളി ദിനം എന്നാ? ദേശീയ കഥകളി ദിനം ഒക്ടോബർ 16. ഒക്ടോബർ 16 ആരുടെ ജന്മദിനമാണെന്ന് അറിയാവോ? ഇല്ല. ഒക്ടോബർ 16 നാരായണ മേനോന്റെ ജന്മദിനമാണ്.
വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമാണ് ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ കഥകളിയുടെ ഓക്കെ. പുനരുജ്ജീവനത്തിനായി പ്രവർത്തിക്കുകയും കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമാണ് ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്നാ ദേശീയ കഥകളി ദിനം? ഒക്ടോബർ ഒക്ടോബർ 16. ഒക്ടോബർ 16. ഒക്ടോബർ 16. അപ്പൊ കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം എന്താ? നൃത്തോ? നൃത്തം. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ചോദിച്ചാൽ പുറപ്പാടാണ്. പുറപ്പാട്. ഓക്കെ. ആ. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ചോദിച്ചാൽ പുറപ്പാടാണ്. കഥകളിയിലെ ആദ്യ ചടങ്ങ് ചോദിച്ചാല് എന്താ ആദ്യ ചടങ്ങ്? കേളികൊട്ട്. 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 കഥകളിയിലെ അവസാന ചടങ്ങ് ധനാശി. കലാശി. അല്ലേ? ധനാശി. 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 സോറി, ധനാശിയാണോ? ധനാശി. ആ. അപ്പൊ കഥകളിയുടെ ആദ്യ ചടങ്ങ് കേളികൊട്ടും അവസാന ചടങ്ങ് ധനാശിയുമാണ്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് പുറപ്പാട്. ഓക്കെ. എന്റെ ചേച്ചിക്കും കൺഫ്യൂഷൻ ആയിപ്പോ ഞാൻ പറയുന്നുണ്ട്. ഇല്ല. ഓക്കെ. ഞാൻ ഇത്ര നേരം കലാശി തന്നെ പറഞ്ഞിരുന്നത്, അത് കേട്ടില്ലായിരുന്നല്ലേ? കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഓക്കെ. കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും 5ആയി തരംതിരിച്ചിരിക്കുന്നു. കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായി 5ആയി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയായിരുന്നു കഥകളിയിലെ വേഷങ്ങള്? ചേച്ചി പറഞ്ഞു, അതായിരിക്കും നല്ലത്. പച്ച, കത്തി, താടി, കരിമിനുക്ക്. പച്ച, കത്തി, താടി, കരിമിനുക്ക്. പച്ച, കത്തി, താടി, കരിമിനുക്ക്. മിനുക്ക്. ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകൾ എത്രയായിരുന്നു? 24. 24. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. അപ്പൊ കഥകളിയിലെ ആദ്യ ചടങ്ങാണ് എന്ത്? കേളികൊട്ട്. കഥകളിയിലെ അവസാന ചടങ്ങ് ധനാശി. ആ. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പുറപ്പാട്. ഇപ്പൊ കഥകളിയിലെ വേഷങ്ങൾ 5 എന്ന് പറഞ്ഞു. കഥകളിയിലെ വേഷങ്ങൾ പ്രധാനമായി 5ആയി തരംതിരിച്ചിരിക്കുന്നു. പച്ച, കത്തി, താടി, കരിമിനുക്ക്. പച്ച, കത്തി, താടി, കരിമിനുക്ക്. നശിപ്പിച്ച്. അടുത്ത പറ. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താ? പച്ച എന്താ? സ്വാത്വിക കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് പച്ച. സ്വാത്വിക കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് പച്ച. ഉദാഹരണം ഇന്ദ്രൻ, അർജുനൻ തുടങ്ങിയ ദേവന്മാരാണ്. അപ്പം സ്വാത്വിക കഥാപാത്രമാണ് പച്ച. കത്തി എന്തായിരിക്കും? കത്തി വില്ലന്മാരായിരിക്കും. ദുഷ്ട കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം. ദുഷ്ട കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് കത്തി. അപ്പൊ അത് രാവണനും കംസനും ഒക്കെയാണ്. ദുഷ്ട കഥാപാത്രമാണ് കത്തി. കരി എന്താ? കരി അറിയില്ല. രാക്ഷസ സ്വഭാവം. ഇതൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ പഠിച്ചു പോയ സാധനങ്ങളല്ലേ? ശരിയാ. കരി. അതെ, ശരിയാണ്. കരി രാക്ഷസ സ്വഭാവങ്ങൾ. ഓക്കെ, ശരിയാ. ഓർമ്മ വെക്കണ്ടേ? ഉണ്ടല്ലേ? അടുത്ത പറ. അപ്പൊ പച്ച എന്ന് വെച്ചാൽ നല്ല സ്വാത്വിക കഥാപാത്രം. പച്ച സ്വാത്വിക കഥാപാത്രമാണ്. കത്തിയാവുമ്പോ ദുഷ്ട കഥാപാത്രം. രാവണനും കംസനും. കരി രാക്ഷസ സ്വഭാവമുള്ള ആൾക്കാർ. ഓക്കെ.
പിന്നെ താടി രാക്ഷസന്മാർ. താടി എന്ന് വെച്ചാല് പ്രധാനമായും 3 തരം താടി വേഷക്കാരാണുള്ളത്. പ്രധാനമായും 3 തരം താടി വേഷക്കാരാണുള്ളത്. വെളുത്ത താടി ഉം. വെളുത്ത താടി എന്ന് വെച്ചാൽ മനുഷ്യാതീതമായ കഴിവുകളുള്ള ഹനുമാനെ പോലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് വെളുത്ത താടി, വെള്ളത്താടി. ഉം. ഓക്കെ. ഓക്കെ. ചുവന്ന താടി ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷം, ചുവന്ന താടി. ഉം. ഓക്കെ. കറുത്ത താടി വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷമാണ് കറുത്ത താടി. ഓക്കെ. 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 ശരി. ഇത് ആഴ്ച പോയോ ഇതെല്ലാം കേട്ടിട്ട്? ഇല്ല അയ്യോ, ഞാൻ നീ കേൾക്കുക. ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ കേൾക്കുവാണോ? ഉണ്ട്. പിന്നെ അല്ല, അപ്പൊ ഇതൊക്കെ മിനുക്ക് പുള്ളിക്ക് അറിയാം. മിനുക്ക് എന്ന് വെച്ചാല് സ്ത്രീകളെ മുനിമാരെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് മിനുക്ക്. ആ, ഓക്കെ. ഓക്കെ. ചേച്ചി അങ്ങനെ 5 വേഷം ഒന്നുകൂടെ പറഞ്ഞു. ഒന്നുകൂടെ പറയാം, മിനുക്കൊന്നുകൂടെ പറയാം കേൾക്കട്ടെ. സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം, സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം മിനുക്ക്. മിനുക്ക്. കഥകളിക്ക് വേഷം അണിയുന്നതിനെ പറയുന്നതാണ് ചുട്ടികുത്ത്. ഓക്കെ. ചുട്ടികുത്ത് കേട്ടോ. ഓക്കെ. അപ്പൊ കഥകളിയിലെ വേഷങ്ങൾ എത്ര പേര് ഉണ്ടെന്നാ പറഞ്ഞേ? 5 5. ടൈപ്പ്. 5. 5. പച്ച എന്താ പച്ച? പച്ച മറ്റേ ദേവന്മാരെ. ആ, സ്വാത്തിക കഥാപാത്രം. അതിന് ഉദാഹരണം ഇന്ദ്രന്, അർജുന്. കത്തി 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ദുഷ്ട കഥാപാത്രങ്ങൾ. കറക്റ്റ്, ദുഷ്ട കഥാപാത്രങ്ങൾ. അതൊക്കെ ആരൊക്കെ ആയിരിക്കും? രാവണൻ, കംസൻ അങ്ങനെയുള്ള ആൾക്കാർ. രാവണൻ, കംസനൊക്കെ. കരിയാവുമ്പോഴോ? കരിയാകുമ്പോ കരി മറ്റേ ഭൂതനകൾ, രാക്ഷസന്മാർ. ആ, രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രം. എനിക്ക് വയ്യ. രാക്ഷസ സ്വഭാവമുള്ള കരി മിക്കവാറും അടുത്ത പറ. ഉം, ഹലോ. താടി ആ, താടി കേക്കാലോ. കേൾക്കാം. താടി പ്രധാനമായി 3 തരമുണ്ട്. അതില് വെള്ളത്താടി എന്തായിരുന്നു? വെള്ളത്താടി മറ്റേ ഹനുമാനെ പോലുള്ള കഥാപാത്രങ്ങൾ. ദൈവികമായിട്ടുള്ള കഴിവുള്ള. മനുഷ്യാതീതമായ കഴിവ്, അത് തന്നെ. മനുഷ്യാതീതമായ കഴിവുകളുള്ള ഹനുമാനെ പോലുള്ള കഥാപാത്രങ്ങൾ വെള്ളത്താടി. ചുവന്ന താടി അതെ, ചുവന്ന താടി വില്ലന്മാര് പറയാൻ ദുഷ്ട കഥാപാത്രങ്ങൾ. അതെ. കറുത്ത താടി കറുത്ത താടി ഞാൻ പറഞ്ഞു കേട്ടോ. കറുത്ത താടി എന്തായിരുന്നു? വേടന്മാര്. വേടന്മാര് നായാട്ട്. അതെ, വേടന്മാരാ. വേടന്മാര് നായാട്ടുകാര്. കറുത്ത താടി. ഓക്കെ. അടുത്ത പറ. കഥകളിക്ക് വേഷം അണിയുന്നതിനെ പറയുന്ന എന്താ? കഥകളിക്ക് വേഷം അണിയുന്നതിനെ ചുട്ടികുത്ത്. ചുട്ടികുത്ത്. ഓക്കെ. അപ്പൊ ദേശീയ കഥകളി ദിനം എന്നാ? ഒക്ടോബർ 16. ഒക്ടോബർ 16. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് അത് മറ്റേ ഏത് രാജാവാണ്? കോട്ടയം. അതെ, കോട്ടയം രാജാവ്. അതന്നെ. അല്ല, കഥകളിയുടെ ഉപജ്ഞാതാവാണ് ആര്? അവിടെ തെറ്റരുത്. മറ്റേ നമ്മുടെ മറ്റേ ഇവിടുത്തെ തിരുവിതാംകൂറിലല്ലോ, തിരുവിതാംകൂറിലല്ലോ ഞാൻ പറയട്ടെ. മലബാറിലുണ്ടായിരുന്നല്ലേ? പറഞ്ഞു. സോറി, അതായിരിക്കും. രാമനാട്ടം എന്ന് വെച്ചാൽ എന്തായിരുന്നു? രാമനാട്ടം കഥകളിയുടെ മുൻരൂപം. കഥകളിയുടെ ആദ്യകാല രൂപം. അപ്പൊ അതിനകത്ത് കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. തുടക്കത്തിൽ അങ്ങനെയാണോ വായിച്ചേ? എന്തോ? തുടക്കത്തിൽ അങ്ങനെ തന്നെയാണോ വായിച്ചേ? ആ, രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് രാമനാട്ടം. ആണല്ലേ. ഓക്കെ. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ ഉപജ്ഞാതാവ് അത് കോട്ടയത്ത് തമ്പുരാൻ. കോട്ടയത്ത് തമ്പുരാൻ. ഒന്നുകൂടെ പറയാമോ? കൺഫ്യൂഷൻ ആയിപ്പോയല്ലോ. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. രാമനാട്ടത്തിന്റെ കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടേത് കോട്ടയത്ത് തമ്പുരാൻ. കഥകളി കോട്ടയത്ത് തമ്പുരാൻ. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൃഷ്ണനാട്ടം. മാനവേദൻ രാജാവ്. ഓക്കെ. ഒരാൾ വന്നുട്ടോ ബൈ ബൈ പറയാനായിട്ടെ. ഓക്കെ, താങ്ക് യു ഒക്കെ പറയാനായിട്ട്. തീർന്നു. കഴിഞ്ഞോ? ഇപ്പൊ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. ആ, രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാൻ. ഓക്കെ. കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവ്.
രാജു മാനവേദൻ ആ രാജു. അപ്പൊ ഈ 3 ഉപജ്ഞാതാക്കളും അറിയാലോ. ഓക്കെ. കുഴപ്പമില്ല. രാമനാട്ടം കൊട്ടാരക്കര ഒരു സാമ്യം ഉണ്ടല്ലോ. രാമൻ കൊട്ടാരം രാര രാമന് കൊട്ടാരം. കൊട്ടാരവും അത് തന്നെ രാമനും കൊട്ടാരവും അതെന്താ രാമനാട്ടം കൊട്ടാരക്കരയാണ്. കഥകളി ആവുമ്പോഴാരാ കഥകളി കോട്ടയം കോട്ടയത്ത് കോട്ടയം. കണ്ടു. കോട്ടയത്ത് കണ്ടു. കഥകളിയുടെ അല്ലേ അങ്ങനെയൊക്കെ നോക്കി പിടിക്കാം. ഓക്കെ. അയ്യോ. പിന്നെ പ്രശസ്ത കഥകളി കലാകാരന്മാർ കലാമണ്ഡലം രാമൻകുട്ടി നായർ, മടവൂർ വാസുദേവൻ നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, മങ്കൊമ്പ് ശിവശങ്കരപിള്ള, കലാമണ്ഡലം പത്മനാഭൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ, കലാമണ്ഡലം ഗോപി, മങ്കുളം വിഷ്ണു നമ്പൂതിരി, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, കുടമാളൂർ കരുണാകരൻ നായർ, ഗുരു കുഞ്ചിക്കുറുപ്പ്, കീഴ്പ്പാടം കുമാരൻ നായർ, പള്ളിപ്പുറം ഗോപാലൻ നായർ, ഹരിപ്പാട്ട് രാമകൃഷ്ണൻ. അയ്യോ ഞാൻ തോന്നി. ഇതൊക്കെ പഠിച്ചു നോക്കിയാൽ നല്ല എക്സാം ഞാൻ എഴുതി. ഞാൻ അടുത്ത കൊറേയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുണ്ടല്ലേ. എനിക്കറിയത്തില്ല. കുറച്ച് നമ്മൾ കേട്ട്. കലാമണ്ഡലം ഗോപി ഒരു എന്താ ഒരു അറിയാം. കലാമണ്ഡല ഹൈദരാലി ഉണ്ടായിരുന്നു. അയാൾ ആരായിരുന്നു? അത് ഇത് പാടുന്ന ആളാണ്. കഥകളി ഗായകനായിരുന്നു. ഗായകനായിരുന്നു അല്ലേ? ഗായകനാണ്. കലാമണ്ഡലം അദ്ദേഹത്തിന്റെ എന്തായിരുന്നു ആത്മകഥ എന്തായിരുന്നു? വനിത ഉണ്ടായിരുന്നില്ല. പറ ആരാന്ന്? കഥകളി ആർട്ടിസ്റ്റ് ആയിരുന്നു. ഭദ്രയാണ്. അതെ കേട്ടില്ല. എന്താ പറഞ്ഞേ? കൊട്ടാരക്കര ഭദ്ര. അതെ കൊട്ടാരക്കര ഭദ്ര. രാജേഷിന്റെ അടുത്ത് പറഞ്ഞിട്ട് തരാം. അല്ല ഈയിടെ മരിച്ചത് കഥകളി കലാകാരിയാണ് കൊട്ടാരക്കര ഭദ്ര. ദേവകി ഇല്ലായിരുന്ന കലാമണ്ഡലം ദേവകി. അത് മറ്റേ ഇവിടെ അല്ലേ എന്നാ മറ്റേ ഓട്ടംതുള്ള കണ്ടല്ലേ? ഓട്ടംതുള്ളല്ലേ? അപ്പൊ ഈ പറഞ്ഞത് ഈ കലാമണ്ഡലം ഗോപി നമ്മൾ ആത്മാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓർമ്മകളിലെ പച്ച. അതെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കലാമണ്ഡലം ഗോപി ഓർമ്മകളിലെ പച്ചകൾ. പിന്നെ പൂർണ്ണിമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നോക്കുന്നുണ്ടോ? ഇല്ല ഗോപിയിലും പിന്നെ പച്ചയിലും അരങ്ങിലും അണിയറയില് കൃഷ്ണൻകുട്ടി. അതെ അതെ കറക്റ്റ്. ആത്മകഥ അരങ്ങിലും ഞാൻ മിക്കവാറും എടുത്തിട്ട് പോകും. പിന്നെ കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥ 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല ചേച്ചി, പറഞ്ഞാ അറിയാം. കലാമണ്ഡലം ഹൈദരാലിയുടെ ആണ് ഓർത്താൽ വിസ്മയവും മഞ്ജുതരവും. ഓർത്താൽ വിസ്മയം മഞ്ജുതരം. ക്ലിയർ അല്ലേ ചേച്ചി? പൂർണ്ണിമ കേൾക്കുന്നുണ്ടോ? എങ്ങനുണ്ട്? ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു പൊത്തി വെച്ച് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. അതെ അല്ലേ? കുടത്തിൽ കയറി സംസാരിക്കണ അല്ലേ? ഹലോ ഇപ്പൊ എങ്ങനുണ്ട്? കുഴപ്പമില്ല. ഇപ്പോഴും അതൊക്കെ തന്നെയാന്ന് തോന്നുന്നില്ലേ? ഇല്ല ഇപ്പൊ വളരെ ക്ലിയർ ആണ്. കുഴപ്പമില്ല. നമുക്കൊരു ഓരോ 5 മിനിറ്റ് ഒക്കെ പുറത്തിറങ്ങിട്ട് വിടാം. ഓക്കെ പിന്നെ അല്ല എന്നെ കളിയാക്കും കേട്ടോ. ഞാൻ ഈ ചിരിക്കുമ്പോഴേ വെള്ളം വെച്ച് കുപ്പി വെള്ളം വെച്ച് അങ്ങനെ എങ്ങാണ്ടൊരു ചിരിയാണെന്ന് പറഞ്ഞു. നീയോ കളിയാക്കും എന്നെ എപ്പോഴും ചിരിക്കുമ്പോഴ്. വെള്ളം കുപ്പി വെച്ച് വെള്ളം എന്താ കുപ്പി ഇങ്ങനെ വെച്ച് ചിരിക്കുന്ന കണക്കാ ഈ ടീച്ചർ ചെയ്യും പറഞ്ഞ എല്ലാവരും വെള്ളം കുടിച്ചോണ്ട് സംസാരിക്കുന്ന പോലെ. അതേപോലാണെന്നും പറഞ്ഞു എന്നെ കളിയാക്കും. ഞാൻ എന്നിട്ട് ടീച്ചർക്കാൻ എന്തിന്റെ സുഖം പറഞ്ഞ് ഞാൻ വിചാരിക്കുകയും ചെയ്തു. ഇപ്പൊ എന്നെ മനസ്സിലായത്. സെയിം നിങ്ങള്. എന്നാ ഫോണിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഞാൻ കൊണ്ട് നോക്കി ഇന്നലെ കൊടുത്ത് ഫോണ്. ഫോൺ കൊടുക്കാൻ ഐഫോൺ ഒക്കെ മേടിക്കണ്ടേ? പിന്നെ ഫോണിന്റെ കുഴപ്പമല്ല. അല്ല ഫോണിന്റെ അല്ല. അപ്പൊ പിന്നെ കുഴപ്പം എന്റെ സൗണ്ടിന്റെ വല്ല പ്രശ്നം വല്ലതാണോ? സൗണ്ടിന്റെ അല്ല, ഇത് ഒരുമാതിരി ഫോണിൽ തുണിയിട്ട് ചുറ്റിയിട്ട് സംസാരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ കോട്ടത്ത് ഒന്ന് കാണിച്ചു നോക്ക്. ആര്? ചേച്ചിയാണ്. അത് രാജേഷിയുടെ ചെവി നോക്കാനായിട്ട്. ഇത് എന്റെ ചെവിയുടെ മാത്രം കുഴപ്പമല്ല, രാജേഷായിട്ടും കേൾക്കുന്നില്ലല്ലോ. അല്ല ചേച്ചിയുടെ ശബ്ദത്തിന്റെ കുഴപ്പമാണെന്ന് അറിയില്ലല്ലോ നമുക്ക്. കണ്ടിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ചേച്ചി എന്റെ ക്ലാസ്സിൽ സംസാരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒച്ചയല്ലേ? അതെ അത് ഭയങ്കര ഒച്ചയാണ്. എന്നല്ല പൂർണിമയ്ക്ക് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ഒച്ചയാ. ക്ലാസ്സിലൊക്കെ ഭയങ്കര ഒച്ചയില്ല. എന്താന്നാ പൂർണിമ?
അതൊക്കെ എന്നെ കണ്ടുപിടിക്കും. ഞാൻ എപ്പോഴും ഒരേ ഇതിൽ തന്നെ സ്ഥായിയായി പോവും. ആണോ? എനിക്ക് ഓരോ ക്ലാസ്സിൽ ഓരോ ഒച്ചയാണോ? ഇല്ല, ഈ കഴിഞ്ഞ ഇടയ്ക്ക് താൻ എനിക്കറിയത്തില്ല. ഇന്നലെ ക്ലാസ് ഇട്ടില്ലേ, ആ ഈ പറഞ്ഞ പോലെ യഥാർത്ഥമായിട്ടുള്ള എന്താ പറയാ മറ്റേ മെയിൻ ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ ഒച്ച ശരിക്കും അങ്ങോട്ട് കുറയ്ക്കും. ആണോ? ഉം. എന്നിട്ട് ഞങ്ങള് പറയണം പൂർണിമ എന്ന് പറയണം. അപ്പൊ താൻ ഇന്നലെ തന്നെ ഉച്ച വിട്ടുള്ളൂ. ഓക്കെ, എടുത്ത് പറ അതിന് ചേച്ചി. ഓക്കെ. അപ്പൊ നമ്മള് കലാകാരന്മാരെ പറഞ്ഞു, പ്രശസ്തമായ കഥകളി കലാകാരന്മാരെ പറഞ്ഞു. പ്രശസ്ത കഥകളി സംഗീതജ്ഞരാണ് കലാമണ്ഡലം ഹൈദരാലി, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാള്. അപ്പൊ ഇവര് മൂന്നുപേരും കഥകളി സംഗീതജ്ഞരാണ്. ഓക്കെ. കലാമണ്ഡലം ഹൈദരാലി, നീലകണ്ഠൻ നമ്പീശൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാള്. ഓക്കെ. അപ്പൊ ഈ കഥകളി സംഗീതത്തെ കുറിച്ചാണെന്ന് പറഞ്ഞു പോന്നെ. കഥകളിയിൽ ഉപയോഗിക്കുന്ന പ്രധാന രാഗങ്ങളാണ് സാമന്തലഹരി, ഇന്തളം, പുറനീര്, മാരതനാശി, എരിക്കില കാമോദരി, ഖണ്ഡാരം പടി. ഖണ്ഡാരം പടി പടി നല്ല രാഗങ്ങളെല്ലാം. സാമന്തലഹരി, ഇന്തളം, പുറനീര്, മാരതനാശി, എരിക്കില കാമോദരി, ഖണ്ഡാരം പടി. പടി എന്ന് വെച്ചാൽ ഭണത്തിന്റെ ഭായാണ്. ഫലം ഉണ്ടല്ലോ, ഫലം നമ്മൾ എഴുതത്തില്ലേ, ഫലം, ആ പടിയാണ്. പടി പടി ഞാൻ എഴുതിയേക്കാം. സൈഡിൽ എഴുതിയിട്ടുണ്ട്. സൈഡില് സൈഡിൽ എഴുതി. ഫലത്തിന്റെ ഫ. പൂർണിമ ആട്ടിയും കൂടെ വിട്ടിട്ട് കാര്യമില്ലല്ലോ രാജേട്ടാ. നാണുണ്ടോ? എന്തുവാ എന്നെ പറയുന്നേ? എനിക്കൊന്നും കേൾക്കുന്നില്ല. ഒന്നുമില്ല. താങ്കൾ രണ്ട് ആട്ടാട്ടിയില്ലേ രാജേട്ടനെ? പാവം അയ്യോ കണ്ടോ? ഇതൊന്നും പറയണ്ട. ആ അവസരം പുള്ളിക്കാരി മുതലെടുത്തു, അത്രേ ഉള്ളു. അടുത്ത പറ. ഞാൻ അങ്ങനൊന്നും പറയത്തുകൂടിയില്ല. കഥകളിയിൽ ഉപയോഗിക്കുന്ന താളങ്ങള് ചെമ്പട, പഞ്ചാരി, മുറിയടന്ത, അടന്ത, ത്രിപുട, ചമ്പ, ഏക. ഇതൊക്കെ ഉപയോഗിക്കുന്ന താളങ്ങളാണ് കേട്ടോ. ചെമ്പട, പഞ്ചാരി, മുറിയടന്ത, ത്രിപുട, ചമ്പ, ഏക. ഇതെല്ലാം കഥകളിയിൽ ഉപയോഗിക്കുന്ന താളങ്ങളാണ്. കഥകളി സംഗീതത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന താളവാദ്യങ്ങള് ചെണ്ട, മന്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഓക്കെ. ചെണ്ട, ഇലത്താളം. അരങ്ങുകേളിക്ക് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ചെണ്ട മാത്രം വേണ്ട, ചെണ്ട ഉപയോഗിക്കത്തില്ല, ബാക്കിയെല്ലാം ഉപയോഗിക്കും. ഇലത്താളം, മദ്ദളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതെ. കഥകളിയിലെ പിന്നണി സംഗീതത്തിൽ 2 ഗായകരും 2 വാദ്യമേളക്കാരും ഉൾപ്പെടുന്നു. ഈ ഗായകരിൽ പ്രധാന ഗായകനെ എങ്ങനെ അറിയപ്പെടും? എങ്ങനെയായിരുന്നു? പൊന്നാനി. കൂടെ പാടുന്ന ഉപഗായകൻ ശിങ്കിടി. ഓക്കെ. അപ്പൊ കഥകളി സംഗീതം അത്രേ ഉള്ളായിരുന്നേ. ഇനി കഥകളി പുരസ്കാരവും കൂടെ പറഞ്ഞാൽ അത് തീർന്നു, കഥകളി തീർന്നു. ഓക്കെ. അപ്പൊ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ മുതിർന്ന കലാകാരന്മാർക്ക് നൽകുന്ന പുരസ്കാരങ്ങളാണ് കഥകളി പുരസ്കാരം. പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം, കേരളീയ നൃത്തനാട്യ പുരസ്കാരം എന്നൊക്കെയുള്ളത് പുരസ്കാരങ്ങളെ. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഈ മുതിർന്ന സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളാണ്. പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരവും അത് കേരളീയ വാദ്യകലയ്ക്ക് കൊടുക്കുന്നതാണ്. പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം. കേരളീയ നൃത്യനാട്യ പുരസ്കാരം നൃത്തകലയ്ക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പൊ 2022 കഥകളി പുരസ്കാരം 2022 കഥകളി പുരസ്കാരം കിട്ടിയത് കലാമണ്ഡലം രാമോഹനാണ്. ഇത് നമ്മൾ കറണ്ട് അഫയറിൽ പറഞ്ഞു പോയതാ. കഥകളി പുരസ്കാരം കലാമണ്ഡലം രാമോഹൻ. ഓക്കെ. അതിൽ ചുട്ടിയിലുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്, ചുട്ടി. പിന്നെ 2022 തന്നെ പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം അത് കിട്ടുന്ന പുലാപ്പറ്റ ബാലകൃഷ്ണനാണ്, മന്ദളം. പുലാപ്പറ്റ ബാലകൃഷ്ണൻ. ഓക്കെ. കേരളീയ നൃത്തനാട്യ പുരസ്കാരം അത് കിട്ടുന്നത് അരവിന്ദ പിഷാരടിക്കാണ്. അരവിന്ദ പിഷാരടി കൃഷ്ണനാട്ടമാണ്.
അപ്പൊ 2022 കഥകളി പുരസ്കാരം ആർക്കാ? കഥകളി പുരസ്കാരം കലാമണ്ഡലം രാംമോഹനാണ്. 2022 ആ 2022 കഥകളി പുരസ്കാരം കലാമണ്ഡലം രാംമോഹന്. ഓക്കെ. 2022 തന്നെ പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം ആർക്കായിരുന്നു? പുലാപ്പറ്റ ബാലകൃഷ്ണൻ. പുലാപ്പറ്റ ബാലകൃഷ്ണൻ. കേരളീയ നൃത്തനാട്യ പുരസ്കാരം അരവിന്ദ പിഷാരടി. അരവിന്ദ പിഷാരടി. ഓക്കെ. അപ്പൊ കഥകളിയുടെ അത്രേ ഉള്ളായിരുന്നു. കഥകളി അത്രേ ഉള്ളു. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആരാ? പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജാണ്. ആ കറക്റ്റ് ആണ്. നർത്തകി നടരാജ്. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജ്. അപ്പൊ കഥകളിയുടെ ആദ്യകാല രൂപമാണ് കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കല. കൃഷ്ണനാട്ട രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം. സംസ്കൃതം. രാമനാട്ട രചിച്ചിരിക്കുന്നത് മലയാളം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. ഒരു കഥകളി നാടകത്തിന്റെ പൂർണ്ണ രൂപം അവതരിപ്പിക്കാൻ ആവശ്യമായ സമയം 6 മുതൽ 8 മണിക്കൂർ വരെ. കഥകളിയിലെ ആദ്യ ചടങ്ങ് അവസാന ചടങ്ങ് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പുറപ്പാടാണ്. പുറപ്പാട്. ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകൾ എത്രണ്ണമാ? 24. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടാ? കൊല്ലം. ഓക്കെ. ദേശീയ കഥകളി ദിനം എന്നാ? ഒക്ടോബർ 16. ഒക്ടോബർ 16. ആരുടെ ജന്മദിനമാണ്? വള്ളത്തോളിന്റെ. വള്ളത്തോൾ. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്? രാമനാട്ടത്തിന്റെ കഥകളിയുടെ ഉപജ്ഞാതാവ്? കോട്ടയം തമ്പുരാൻ. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്? അത് മറ്റേ മാനവേദൻ രാജാവ്. ഓക്കെ. കഥകളിയിലെ വേഷങ്ങൾ എത്രയായിട്ട് തരംതിരിച്ചിരുന്നത്? 5 അതില് പച്ച എന്ത് കഥാപാത്രമാണ്? പച്ച പച്ച നമ്മുടെ ദേവഗണങ്ങളുടെ അങ്ങനെയുള്ളത്. സാത്വിക കഥാപാത്രം. ഉദാഹരണങ്ങൾ ഏതൊക്കെ വരും? സാത്വിക കഥാപാത്രങ്ങള് ഇന്ദ്രൻ, അർജുനന് തുടങ്ങിയ ദേവന്മാരൊക്കെ. കത്തിയാവുമ്പോഴോ? കത്തിയാവുമ്പോ ദുഷ്ടകഥാപാത്രം. കരിയാവുമ്പോ നമ്മുടെ പൂതന രാക്ഷസ കഥാപാത്രം. രാക്ഷസ സ്വഭാവം. താടി പ്രധാനമായും 3 താടി വേഷങ്ങളാ ഉള്ളത്. വെളുത്ത താടി എന്താ? ചോപ്പ്. കറുപ്പിന് മറ്റേ വേടന്മാര്. ചുവപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ദുഷ്ട കഥാപാത്രങ്ങൾ. നമ്മുടെ ദൈവികമായിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാര്. ഹനുമാനെ പോലുള്ള കഥാപാത്രങ്ങളാണ് വെള്ളത്താടി. മിനുക്കെന്താ? മിനുക്ക് മറ്റേ പെണ്ണുങ്ങളും സ്ത്രീകളെ മുനിമാരെയുണ്ട്. മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് മിനുക്ക്. കഥകളിക്ക് വേഷം അണിയുന്നതിനെ പറയുന്നത് എന്താ? ചുട്ടികുത്ത്. ഓക്കെ. പിന്നെ നമ്മള് പ്രശസ്ത കഥകളി സംഗീതജ്ഞരാരൊക്കെയെന്ന് പറഞ്ഞു? ഹൈദരാലി പറഞ്ഞു. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ. അതെ. കൃഷ്ണൻകുട്ടി പൊതുവാള്. ഹൈദരാലിയുടെ ആത്മാത ഏതൊക്കെയായിരുന്നു? ഹൈദരാലിയുടെ മഞ്ജുതരം, ഓർത്താൽ വിസ്മയം. ഓക്കെ. കലാമണ്ഡലം ഗോപിയുടെ എന്തായിരുന്നു? മഞ്ജുതരം. അത് ഒറ്റ വാക്കാണോ? മഞ്ജുതരം ഒറ്റ വാക്കാണ്. മഞ്ജുതരം ഒറ്റ വാക്ക്. പിന്നെ അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്, ഓർത്താൽ വിസ്മയം. ശരി. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു പോയി? ഓക്കെ. കഥകളി പുരസ്കാരം 2022 കഥകളി പുരസ്കാരം കലാമണ്ഡലം രാമോഹൻ. കലാമണ്ഡലം രാമോഹൻ. പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം അതാർക്കായിരുന്നു? പുല്ലാപ്പറ്റ ബാലകൃഷ്ണൻ. കേരളീയ നൃത്തനാട്യ പുരസ്കാരം അതെ, അരവിന്ദ പിഷാരടി.
ഓക്കെ ഓക്കെ ഓക്കെ. സെറ്റ്. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം എന്തായിരുന്നു? മറ്റേ ഇടയ്ക്ക അല്ലാതെ സോറി ഇടയ്ക്ക മാത്രമേ ഉള്ളോ? ഇടയ്ക്ക. ആ ഇടയ്ക്ക മാത്രം. ഓക്കെ. ഈ ഭാരതമാത ആരുടെ ചിത്രമാണ്? ഭാരതമാത അഭിനീന്ദ്രനാഥ ടാഗോർ. അവനീന്ദ്രനാഥ ടാഗോർ. മദർ ഇന്ത്യ, മദർ ഇന്ത്യ ആരുടെ പെയിന്റിംഗ് ആണ്? മദർ ഇന്ത്യ അഭിനീന്ദ്രനാഥ അമൃത ഷേർഗൽ. അമൃത ഷെർഗിലിന്റെയാണ്. മദർ ഇന്ത്യ അമൃത ഷെർഗിലാണേ. ഓക്കെ. കുതിരകൾ, കുതിരകൾ ആരുടെ പെയിന്റിംഗ് ആണ്? കുതിരകൾ അതെ അതെ, എം ഒ ഹുസൈൻ ആണ്. കുതിരകൾ എം ഒ ഹുസൈൻ ആണ്. വിദ്യാർത്ഥിനി ആരുടെ പെയിന്റിംഗ് ആണ്? വിദ്യാർത്ഥിനി രവിവർമ്മ. രവിവർമ്മ. രവിവർമ്മ ചിത്രമാണ് വിദ്യാർത്ഥിനി. വിക്ടറി ഓഫ് ബുദ്ധ, വിക്ടറി ഓഫ് ബുദ്ധ അഭിനീന്ദ്രനാഥ ടാഗോർ. അതെ, അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് വിക്ടറി ഓഫ് ബുദ്ധ. ഹൽദി തയ്യാറാക്കുന്നവർ, ഹൽദി തയ്യാറാക്കുന്നവർ അമൃത ഷേർഗൽ. അമൃത ഷെർഗിൽ, അമൃത ഷെർഗിൽ. പാവങ്ങളുടെ അമ്മ അമൃത ഷേർഗൽ. എം ഒ ഹുസൈൻ. അപ്പൊ സംസ്ഥാനത്ത് വരച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ചുവർച്ചിത്രം എവിടെ പ്രസിദ്ധീ ചെയ്യുന്നത്? ഇപ്പൊ നിലവിലിപ്പോ വർക്കല ആർട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സില്. പെർഫോമിംഗ് ആർട്സില്. പെർഫോമിംഗ്. ഓക്കെ. ഇപ്പം മറ്റേ ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രത്തിന്റെ വിസ്തീർണം എത്ര ആയിരുന്നു? 154 154 ചതുരശ്ര അടി. അപ്പൊ ശില്പരത്നം എന്ന 154 ചതുരശ്ര അടി, 154 ചതുരശ്ര അടിയാണ് ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രത്തിന്റെ. ശില്പരത്നം എന്ന ചുവർച്ചിത്ര സമ്പ്രദായങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ശില്പരത്നം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരായിരുന്നു? ശില്പരത്നം ശ്രീകുമാരൻ. ശ്രീകുമാരൻ. ഓക്കെ. അപ്പൊ രാജാ രവിവർമ്മയ്ക്ക് കൈസറി ഹിന്ദ് പദവി കൊടുത്തത് ആരായിരുന്നു? കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു. 1873 മദ്രാസ്, വിയന്ന എന്നിവിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട രവിവർമ്മ ചിത്രം മുല്ലപ്പൂ ചൂടിയ സുന്ദരി. മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി. ഓക്കെ. മലയാളി പെൺകുടി. അപ്പൊ നിർത്താം. ഇതൂടെ പറ. അഭിനീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച പ്രസ്ഥാനം എന്തായിരുന്നു? അഭിനീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച പ്രസ്ഥാനം അതായത് തുടക്കത്തിൽ അത് സ്വദേശി പ്രസ്ഥാനം, പിന്നീട് അത് എന്തായി മാറി? അതാ ബംഗാൾ സ്കൂൾ മൂവ്മെന്റ്. ബംഗാൾ സ്കൂൾ മൂവ്മെന്റ്. എം എ ഹുസൈന്റെ പ്രസ്ഥാനം എന്തായിരുന്നു? എം എ ഹുസൈൻ സ്ഥാപിച്ച പ്രസ്ഥാനം ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ്. ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ്. എം എ ഹുസൈന്റെ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ, സിനിമകള് ഗജഗാമിനി, ത്രൂ ദ ഐസ് ഓഫ് എ പേജർ. ഗജഗാമിനി, ത്രൂ ദ ഐസ് ഓഫ് എ പേജർ എം എ ഹുസൈന്റെ ആണ്. ഓക്കെ. അപ്പൊ നിർത്താം. ഓക്കെ.